മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയതിനു ശേഷം അവിടെ മദീനയിലുള്ള സഹാബാക്കൾ അൻസാറുകൾ ഈന്തപ്പനയ്ക്ക് തഅബീർ ചെയ്യുന്നവരാണ്. തഅബീർ എന്ന് പറഞ്ഞാൽ പരാഗണം നടത്തുന്നവരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പിറ്റേ വർഷം വിളവ് തീരെ കുറഞ്ഞുപോയി, ഉൽപാദനം തീരെ കുറഞ്ഞുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത്, അതിനകത്ത് ഞാൻ ഇടപെടുന്നില്ല. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിളവ് കുറഞ്ഞപ്പോൾ പരാതി പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആയിക്കോളി, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യമൊക്കെ നിങ്ങളാണ് അറിയുന്നത്, എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പറഞ്ഞു. പിന്നീട് മുതൽ അവർ പരാഗണം ചെയ്യാൻ തുടങ്ങി, നല്ല വിളവുകൾ ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ലോകത്ത് വന്ന പ്രവാചകന്മാരാരും ദുനിയാവ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ആണോ? അല്ല. എത്ര പ്രവാചകന്മാർ വന്നു? നമ്മൾ സാധാരണ പറയും 1,00,000 ചില്ലാനം പ്രവാചകന്മാരെന്നല്ലേ. ഇവരെ ഒന്നും അല്ലാഹു തആല ദുനിയാവ് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടാൽ പിന്നെ എന്ത് പഠിപ്പിക്കാനായിരിക്കും വിട്ടത്? എന്ത് പഠിപ്പിക്കാനായിരിക്കും? ദീൻ പഠിപ്പിക്കാൻ വേണ്ടി. ഗ്രന്ഥങ്ങൾ ധാരാളം ഇറങ്ങി. ആ ഗ്രന്ഥങ്ങളിലൊന്നും എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. അല്ലാഹു അക്ബർ. അത് പറഞ്ഞാണ് ഇന്നത്തെ തറാവീഹ് നിർത്തിയത്. അത് പറഞ്ഞിട്ടാണ് ഇന്നത്തെ തറാവീഹിന്റെ അവസാന ഓതിയ ആയത്താണ് ഇൻദ മലീകിൻ മുഖ്തദിർ. അത് പറയാൻ വേണ്ടിയാ ഇന്നൽ മുത്തഖീൻ ഫീ ജന്നാത്തിൻ വനഹർ. അത് പറയാനാ പ്രവാചകന്മാർ വന്നത്. ഇന്ന് ഓതിയ ആയത്തുകളിലുടനീളം നമ്മൾ കേട്ടത് പരലോകത്തെക്കുറിച്ചാണ്. പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലേക്കുള്ള സൂചനകളാണ്. ആ പ്രവാചകന്മാരുടെ വാക്കുകൾ ധിക്കരിച്ച സമൂഹത്തിൻ്റെ അവസ്ഥകളാണ്. അധിക ആയത്തുകളും അതിനെ സംബന്ധിച്ച് തന്നെ അടിക്കടി വന്നുകൊണ്ടേയിരുന്നു. വളരെ അത്ഭുതകരമായ രീതിയിൽ ഇങ്ങനെ ഒരേ ആശയത്തെ തന്നെ പല രീതിയിൽ അല്ലാഹു തആല പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചും മറിച്ചും. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, മുസ്ലിം അല്ലാത്ത ഒരാളാണ് പറഞ്ഞത്, ഈ ഖുർആൻ വായിച്ചിട്ട് എനിക്ക് തോന്നിയത് ഖുർആൻ എഴുതിയ ആൾക്ക് ആകെ ഒറ്റ ഉദ്ദേശമുള്ളൂ. എന്താണ്? മനുഷ്യൻ നന്നാകണം. വേറൊരു ഉദ്ദേശം അദ്ദേഹത്തിനില്ല. ഞാൻ ഖുർആൻ ഫുള്ളായിട്ട് വായിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്, എഴുതിയ ആൾക്ക് വേറൊരു ഉദ്ദേശമില്ല. മനുഷ്യൻ നന്നാകണമെന്ന ഒരു ഉദ്ദേശമല്ലാതെ വേറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഴുതിയ ആൾ അല്ലേ, നമ്മുടെ ഭാഷയിൽ എഴുതിയ ആളല്ല. ഖുർആൻ മാനവരാശിക്ക് വേണ്ടി തന്ന അല്ലാഹു തആല, സൃഷ്ടാവായ റബ്ബ്, ഈ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്, മനുഷ്യൻ നന്നാകണം. അതിനെന്തൊക്കെയാണ് വേണ്ടത്, അതിനുള്ള ഉപദേശങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കണം. ഖുർആൻ ആദ്യാവസാനം അതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത്
പ്രവാചകന്മാരെ എല്ലാം അയച്ചത് പരലോകത്തെക്കുറിച്ച് പറയാനാണ്. മനുഷ്യൻ എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് പറയാൻ, മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ ഇടപാടുകളും എല്ലാം എങ്ങനെ നന്നാക്കണമെന്ന് പറയാനാണ്. അതല്ലാതെ ലൗകികമായ ലക്ഷ്യങ്ങളൊന്നും പ്രവാചകന്മാരുടെ നിയോഗത്തിൽ നമുക്ക് കാണാനേ കഴിയില്ല. എങ്ങനെയാണ് നിങ്ങൾ വീടുണ്ടാക്കേണ്ടതെന്ന് പറയാൻ ഒരു നബിയും വന്നിട്ടില്ല. വന്ന നബിമാർക്ക് ഒരു കപ്പലൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ കപ്പലുണ്ടാക്കിയ നബിയും എങ്ങനെ കപ്പലുണ്ടാക്കണമെന്ന് പറയാൻ വേണ്ടി അല്ല വന്നത്. കാരണം ആ നബി അവസാനം ചെയ്ത ദുആ അങ്ങനെയാണ്, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഒരു ആയുസ് മുഴുവൻ കപ്പലുണ്ടാക്കാൻ ജനങ്ങളെ പഠിപ്പിച്ച് ഒറ്റ കപ്പലുണ്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അല്ലാഹുവേ, ഞാൻ 950 കൊല്ലമായിട്ട് ഈ സമൂഹത്തെ കപ്പലുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഓരോ കപ്പലുണ്ടാക്കി വെക്കണം. ഞാൻ ഇത്ര നാൾ പറഞ്ഞിട്ട് ഒരാളും എന്ത് ചെയ്യുന്നില്ല. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാർ. അല്ലാഹുവേ, ഞാൻ രാത്രിയും വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാം എൻ്റെ മുഴു സമയവും ഈ സമൂഹത്തെ നിന്നിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും, ദഅവത്ത് ചെയ്തിട്ടുണ്ട്. വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാർ. ഞാൻ വിളിക്കുന്നു, അവരോടുന്നു, ഞാൻ വിളിക്കുന്നു, അവരോടുന്നു. ഇത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്ത് വേണ്ടി വന്നത്? എന്തുകൊണ്ടെന്ന്? കപ്പൽ വേണ്ടി വന്നല്ലേ? അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, 950 കൊല്ലമായിട്ട് ഇവനൊന്നും ശരിയാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, വസ്നഇൽ ഫുൽക ബിഅയുനിന. നീ ഒരു കപ്പലുണ്ടാക്കും, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരത്തിനാണ് കപ്പലുണ്ടാക്കിയത്. അല്ലാതെ കപ്പലുണ്ടാക്കൽ നൂഹ് നബിയുടെ നിയോഗ ലക്ഷ്യമേ അല്ല. അതുപോലെ എല്ലാ പ്രവാചകന്മാരും, ഈ പറഞ്ഞ പ്രവാചകന്മാരെല്ലാം ചില കാര്യം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചില നിർമ്മാണ മേഖലയിൽ വലിയ വിദഗ്ധനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിയോഗ ലക്ഷ്യം അതല്ല. നിയോഗ ലക്ഷ്യം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പറയാനാണ് പ്രവാചകന്മാർ വന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എന്ത് വിശ്വസിക്കണം, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം അല്ലെങ്കിൽ ഒരു ആയുസ്സിൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതാണ് ഈ പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചത്. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, മനുഷ്യൻ പ്രവാചകന്മാർ പഠിപ്പിച്ച യഥാർത്ഥമായ പാഠങ്ങളിൽ നിന്നും അകന്നകന്നകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ ആളുണ്ടായില്ല, പിൽക്കാലഘട്ടത്തിലും അത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? പ്രവാചകന്മാരുടെ അതേ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ സ്ഥാനമുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ, വലിയ സ്ഥാനമുണ്ട്. ദഅവത്ത് എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ കർമ്മമാണ്. നമുക്കെല്ലാം ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു അമലാണ് ദഅവത്ത്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും മഹത്തായ അമലായത്? പ്രവാചകന്മാർ അതാണ് ചെയ്തത്. പ്രവാചകന്മാർ ചെയ്തത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അമലുകളാണ്. മനുഷ്യൻ എങ്ങനെ നന്നാകണം, മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയുള്ള പാഠങ്ങളാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ പിൽക്കാലഘട്ടങ്ങളിൽ ആരെല്ലാം ചെയ്യുന്നോ അവരെല്ലാം ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ മഹത്തുക്കളാണ്. അവരാണ് പിൽക്കാലത്ത് മഹാന്മാരെന്ന് നമ്മൾ പറയുന്നത്. മഹാനായ ഇന്നയാള് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പ്രവാചക പാതയിൽ ജീവിച്ചത് കൊണ്ടാണ്. നമ്മൾ ചില ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും, അല്ലെ റളിയല്ലാഹു അൻഹു എന്ന് പറയും. എന്തുകൊണ്ടാണത് പറയുന്നത്? അവർ നല്ലൊരു ബിസിനസ് ശൃംഖല ഉണ്ടാക്കി, ഇന്ത്യ മുതൽ അങ്ങ് അമേരിക്കയിലോ എല്ലായിടത്തും എത്തുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖല ഉണ്ടാക്കിയതുകൊണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണോ? അവർക്കൊന്നും ഒരു റളിയല്ലാഹു അൻഹു ഇല്ല, ഒരു റളിയല്ലാഹു അൻഹു ഇല്ല.
ഒരു റഹ്മത്തുള്ളാഹി അലൈഹിയും ഇല്ല. ഒരു ജീവിതകാലം മുഴുവൻ നടന്നിട്ടുണ്ടാകും, നാട് മുഴുവൻ നടന്നിട്ടുണ്ട്, ലോകം മുഴുവൻ നടന്നിട്ടുണ്ടാവും, ഒരുപാട് സമ്പത്തുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലുമൊക്കെ മൂലയിലിരുന്ന സാധുക്കൾ ഒരു പക്ഷേ ലോകം കണ്ടിട്ടുണ്ടാവില്ല. ജീവിച്ച കാലഘട്ടത്തിൻ്റെ സുഖങ്ങളൊന്നും അനുഭവിക്കാൻ അവസരമേ ഉണ്ടായിട്ടുണ്ടാവില്ല. വളരെ വലിയ പ്രയാസങ്ങളോട് മല്ലിട്ട് ജീവിച്ചിട്ടുണ്ടാവും. ആഹാരം കഴിക്കാൻ പോലും ഗതി ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയും റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തട്ടെ, അള്ളാഹു അദ്ദേഹത്തോട് കരുണ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര കൊല്ലമായിട്ടാണ് ദുആ ചെയ്തത്? എത്ര കൊല്ലമായിട്ടാണ്? 10,500 കൊല്ലമായി. ചില പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. നമ്മളല്ല, ലോകം മുഴുവൻ ഇതുവരെ പറഞ്ഞു പോന്നിരുന്നു. എന്ത് വലിയ ഭാഗ്യവാന്മാരാണ് അവർ, എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഇങ്ങനെ ഈ പേര് ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ടാവും. അവിടെ എല്ലാം ഇരുന്ന് മുഅ്മിനീങ്ങൾ പറയുകയാണ് റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ. എന്തുകൊണ്ടാണ് അത് കിട്ടിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനായിരുന്നു അല്ലേ? അതുകൊണ്ട് കിട്ടിയതാണോ? അല്ല, സുന്ദരനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാൻ നല്ല സുന്ദരനായിരുന്നു, അതുകൊണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വേറെ എന്തൊക്കെ യോഗ്യതകൾ, ദുനിയാവിൻ്റെ ഒരുപാട് യോഗ്യതകൾ, ആ യോഗ്യതകൾ ഏതെങ്കിലുമൊക്കെ നേടിയെടുത്തു, അതുകൊണ്ട് കിടക്കട്ടെ. ഒരു വലിയ മുടക്കുണ്ടോ? ഈ മുടക്കൊന്നുമില്ലല്ലോ. ഒരു റളിയല്ലാഹു അൻഹു പറയാൻ എത്ര മണി മുടക്കും? ഒന്ന് പറഞ്ഞൂടെ? പറയില്ല. ഒരു ഉമ്മത്തും പറയില്ല, ഒരു മനുഷ്യനും പറയില്ല. ഒരുപാട് യോഗ്യതകൾ നേടിയ മനുഷ്യരുണ്ട്. ഒരു റളിയല്ലാഹു അൻഹു കിട്ടില്ല. പേര് കേട്ടിട്ട് മിണ്ടാതിരിക്കും അല്ലേ? ഏതൊരു കാക്ക അത്ര തന്നെ, അതേ ഉള്ളൂ. ഉമ്മത്തിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ബഹുമാനം കടന്നു കയറിയത് പ്രവാചക പാതയെ അനുധാവനം ചെയ്ത് ആ പ്രവാചക പാതയുടെ അധ്യാപകരായി ഈ ലോകത്ത് ജീവിച്ചവർക്ക് മാത്രമാണെങ്കിൽ പ്രവാചകന്മാരുടെ മഹത്വം ഇവരിലൂടെ ഇന്നും നിലനിൽക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലോകത്ത് നന്മ അതാണ് വിശുദ്ധ ഖുർആൻ, ലോകത്ത് നന്മ അതാണ് പ്രവാചകന്മാർ. അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത്, അതല്ലാതെ വേറെ. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം. അതാണല്ലോ മദീനയിലെത്തിയപ്പോൾ ഈന്തപ്പനയുടെ ഈ പരാഗണം നടക്കുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് അത് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പിറ്റേ വർഷം വിളവില്ല വന്നപ്പോൾ എല്ലാവരും ചെന്നിട്ട് പറഞ്ഞു, നബിയെ വിളവ് തീരെയില്ല, ഈന്തപ്പഴം വളരെ കുറഞ്ഞു പോയി. എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, അടുത്ത പ്രാവശ്യം ചെയ്തോളി. നിങ്ങളുടെ കാര്യങ്ങൾ, ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുള്ളൂ, എനിക്കതറിയില്ല. എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി അല്ല, എൻ്റെ ജോലി അതല്ല, ദുനിയാവിൻ്റെ കാര്യം അത് വേറെ. പക്ഷെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഇടപെടലിൻ്റെ ഇസ്ലാമികമായ നിയമം എന്താണ്? അത് ഞാൻ പറയും. എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്? അത് ഞാൻ പറയും. കൃഷിയുടെ ബാധ്യത എന്താണ്? അത് ഞാൻ പറയും. കച്ചവടം എങ്ങനെയാണ്, അതിൻ്റെ ബാധ്യത എന്താണ്? അത് ഞാൻ പറയും. സമ്പത്ത് ആർജിക്കേണ്ടതിൻ്റെ വഴികൾ എന്തൊക്കെയാണ് അനുവദനീയമായ, അത് ഞാൻ പറയും. പക്ഷേ ഞാൻ പറയുന്ന വഴികളിലൂടെ നിങ്ങളുടെ പരമാവധി അധ്വാനത്തോടെ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള അനുവാദമുണ്ട്, ദുനിയാവ് ഉണ്ടാക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ അതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ജോലി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും അതുപോലെ തന്നെ ശുദ്ധമായ ഗ്രന്ഥങ്ങളും എല്ലാം നിർവഹിച്ച ജോലി അതാണ്. സഹോദരന്മാരെ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മളുടെയൊക്കെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം? എന്താകണം ലക്ഷ്യം? ഇത് 27ാമത്തെ രാവാണ്. നമ്മുടെ എല്ലാം മനസ്സൊന്ന് പാകപ്പെടുന്ന സമയമാണ്. നമുക്കെല്ലാം മാനസികമായി മസ്ജിദുമായിട്ടൊരടുപ്പം കിട്ടുന്ന സമയം, അള്ളാഹുമായിട്ടൊരടുപ്പം കിട്ടുന്ന സമയം. ഈ സമയത്ത് നമ്മളെല്ലാവരും നന്നായി ഒന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. എന്താണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഇന്ന് സൂറത്ത് ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ പരലോകത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അവസ്ഥകൾ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞു, വഫിസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ.
പരലോകം എന്ന് പറയുന്നത് മനുഷ്യ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണ്. വെറുതെ ഇരുന്നാൽ അത് കിട്ടില്ല. പരലോകത്ത് മനുഷ്യന് രണ്ടവസ്ഥകളാണ്. ഒന്ന് സൗഭാഗ്യവാന്മാരുടെ അവസ്ഥയാണ്, അവിടെ രക്ഷപ്പെട്ടു പോയവരുടെ അവസ്ഥയാണ് ഒന്ന്. രണ്ടാമത്തെ അവിടെ തോറ്റുപോയവരുടെ അവസ്ഥയാണ്. രണ്ട് തരം മനുഷ്യരവിടെ ഉണ്ട്. ഒന്ന് ജയിച്ചവരും മറ്റൊന്ന് തോറ്റവരും. ഒന്ന് സന്തോഷത്തിൻ്റെ വലിയ സ്വർഗീയ പർദീസകളിലേക്ക് കടന്നു കയറുന്നവർ, മറ്റൊന്ന് ദുഃഖത്തിൻ്റെ മഹാകുണ്ടുകളിലേക്ക് ചെന്ന് ആവലിച്ചു പോകുന്നവർ. രണ്ട് തരം മനുഷ്യരുണ്ട് പരലോകത്ത്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, അതുമായി പെട്ടെന്ന് ബന്ധമൊന്നും ഇല്ലാന്ന് തോന്നുന്ന ഒരു വർത്താനാണ് പറയുന്നത്. വഫിസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ. നിങ്ങൾക്കുള്ള റിസ്ഖ് ആകാശത്താണ്. നിങ്ങൾക്കുള്ള റിസ്ഖ് വമാ തുഅദൂൻ. നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനമല്ല ആകാശത്തുണ്ട്. ഇന്നഹു ലഹഖുൻ. നിങ്ങളുടെ റിസ്ഖ് ആകാശത്താണെന്നുള്ള കാര്യം സത്യമാണ്. കടുപ്പിച്ച് അല്ലാഹു തആല പറയണം, നിങ്ങളുടെ റിസ്ഖ് ആകാശത്താണെന്നുള്ള കാര്യം സത്യമാണ്. എങ്ങനെ സത്യമാണ്? മിസ്ലമാ അന്നകും തൻതിഖൂൻ. നിങ്ങൾ സംസാരിക്കുന്നില്ലേ? സംസാരിക്കുന്നു എന്നുള്ളത് ഒരു സങ്കല്പമാണോ അനുഭവമാണോ? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം ഒരു അനുഭവമാണോ അതോ ഒരു യാഥാർത്ഥ്യമാണോ? നിങ്ങൾക്കതൊരു യാഥാർത്ഥ്യമായതുപോലെ തന്നെ ഇന്നഹു ലഹഖുൻ, നിങ്ങളുടെ റിസ്ഖ് ആകാശത്താണ്. അതുകൊണ്ട് ആകാശത്തിരിക്കുന്ന റിസ്ഖിന് വേണ്ടിയിട്ട് നിങ്ങൾ വല്ലാതെ ഇവിടെ തലകുത്തി കിടന്ന് മറിയിട്ട് കാര്യമില്ല, വലിയ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം കിട്ടുന്നത് പരലോകത്ത് മനുഷ്യർ രണ്ട് തരത്തിലായിത്തീരുമ്പോൾ അവിടെ ഈ നേരത്തെ പറഞ്ഞ സ്വർഗീയ സന്തോഷത്തിൻ്റെ വഴിയിലേക്ക് കടക്കാൻ പാകപ്പെടുന്ന തരത്തിൽ ഈ ലോകത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അതാണ് സത്യത്തിൽ നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ജോലി അത് മാത്രമാണ്. ബാക്കി നിങ്ങളുടെ ലൗകിക കാര്യങ്ങൾ എന്താണ്? വഫിസ് സമാഇ റിസ്ഖുക്കും. അത് അള്ളാഹു മുകളിൽ നിന്ന് തീരുമാനിക്കുന്നതാണ്. മനുഷ്യൻ ഈ ലോകത്ത് ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. കം ആഖിലിൻ അയ്യത്ത് മദാഹിബുഹും വകം ജാഹിലിൻ തൽഖാഹു മർസൂഖ ഹാദാ അല്ലദീ തറക അൽഔഹാമ ഹായിറതൻ വസയ്യറ അൽആലിമ നഹ്രീറ സിദ്ദീഖ. കം ആഖിലിൻ അയ്യത്ത് മദാഹിബുഹും. വലിയ ബുദ്ധിമാന്മാർ, വലിയ പഠിപ്പുള്ളവർ, പണ്ഡിതന്മാർ ഒരുപാട് പണിയെടുക്കുന്നു. അയ്യത്ത് മദാഹിബുഹും. എത്ര പണിയെടുത്തിട്ടും ഒരു കാശുണ്ടാകുന്നില്ല. ശരിയാണോ? നല്ല ബുദ്ധിയുള്ളവർ, അറിവുള്ളവർ നന്നായി പണിയെടുക്കുന്നു. അയ്യത്ത് മദാഹിബ് ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാലോ വകം ജാഹിലിൻ തൽഖാഹു മർസൂഖ. എന്നാൽ ഒരു വിവരമില്ലാത്തവർ, ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർ, സാധാരണമായൊരു ബുദ്ധി, അതിബുദ്ധിയൊന്നുമില്ല, സാധാരണമായൊരു ബുദ്ധി അതുള്ളവർ തൽഖാഹു മർസൂഖ, പോകുന്നിടത്തെല്ലാം പൈസയാണ്. ശരിയാണോ അല്ലേ? ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. ദുനിയാവിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയ ഒരാൾക്ക് നിഷേധിക്കാനേ പറ്റില്ല. ഈ ലോകത്ത് മനുഷ്യന്റെ അധ്വാനമല്ല സമ്പത്തിന്റെ കാരണം എന്ന കാര്യം ഒരു വസ്തുതയാണ്, വസ്തുതാപരമാണ്. നിഷേധിക്കാനേ കഴിയില്ല. അധ്വാനിച്ചതിൻ്റെ പേരിൽ പൈസ ഉണ്ടാവില്ല. പല വഴിയുഴച്ചിട്ടും അന്നമില്ലാത്തവർ, വിലയറ്റ പ്രാണനും തീരുവ കൊടുപ്പവർ എന്ന് കവി പറഞ്ഞവർ. അത് ഒരുപാടുണ്ട്, പറഞ്ഞുകൊണ്ടിരുന്ന സമയം കുറേ പോകും. അപ്പോൾ മനുഷ്യന്റെ അധ്വാനമേ അല്ല പൈസയുടെ, സമ്പത്തിന്റെ അടിത്തറ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാർ വൈകുന്നേരം ആകുമ്പോൾ 800 രൂപ, പരമാവധി 900 രൂപ അല്ലെ 1000 രൂപ. അതേസമയം നല്ല ശീതീകരിച്ച മുറിയിൽ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് എത്ര എങ്ങനെയാ പൈസ? മിനിറ്റ് അല്ലേ? മിനിറ്റിനാണ് പൈസ. അപ്പൊ അധ്വാനമല്ല. എന്നാ പിന്നെ അറിവാണോ? അറിവല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഈ അറിവുള്ളവർക്ക് ജോലിയില്ലാത്തത് പലപ്പോഴും ഉപകാരമായി മാറാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല വിഷയങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ടല്ലേ. ഇരുന്ന് എഴുതാനുള്ള അറിവൊക്കെ ഉണ്ട്, പക്ഷെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്
എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ചുണ്ടാക്കിയിട്ട് ചില്ലറ പൈസയ്ക്ക് ട്രെയിനിലും ബസ്സിലൊക്കെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കൊണ്ട് ചോദിച്ചൊക്കെ അറിയാം എന്താ വിദ്യാഭ്യാസം എന്ന്, ഞെട്ടിപ്പോവും. ഒരു വിദ്യാഭ്യാസം അല്ലാത്ത നമ്മളാണ് പൈസ കൊടുത്ത് വാങ്ങണത്. നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. വേറെ വഴിയൊന്നുമില്ല. ജീവിക്കാൻ എന്താ മാർഗം എന്ന് നോക്കുമ്പോൾ അവസാനം കിട്ടിയൊരു മാർഗ്ഗമാണ് എവിടെ നിന്നൊക്കെ കിട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് നമുക്ക് തരും, ചെറിയ വിലയ്ക്ക്, നല്ല ലാഭത്തിൽ. അപ്പോൾ ഇതാണ് അറിവിൻ്റെ അവസ്ഥ. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് പൈസ ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ് സാധാരണ പറയുക? ഭൗതികവാദികൾ പറയും എന്താണ്? ഭാഗ്യമാണ്. ഭാഗ്യം എന്നൊരു മറുപടി അല്ലാതെ അവസാനം പറയാൻ പറ്റില്ല. ഭാഗ്യം എന്ന മറുപടി അല്ലാത്ത വേറൊരു മറുപടി എന്ത് മാത്രമേ ഉള്ളൂ? എന്താണ് പറയും? അള്ളാഹുവിന്റെ തീരുമാനം അല്ലേ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, ഞാനാണ് മഈശത്ത് വീതം വെച്ചു കൊടുത്തത്. അതല്ലാതെ നിങ്ങളുടെ അറിവ് കൊണ്ടൊന്നും മഈശത്ത് ഉണ്ടാകില്ല, നിങ്ങളുടെ അധ്വാനം കൊണ്ട് മഈശത്ത് ഉണ്ടാകില്ല, നിങ്ങൾ എന്തൊക്കെ പണിയെടുത്താലും മഈശത്ത് ഉണ്ടാകില്ല. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെ വീതം വെച്ചു കൊടുത്തവൻ ഞാനാ. അതനുസരിച്ചേ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാനത്തി ദുനിയാ ഹമ്മഹു, ഒരു മനുഷ്യന്റെ ഹമ്മ് ദുനിയാവാണെങ്കിൽ ശത്തത്തല്ലാഹു ശംലഹു, അല്ലാഹു തആല അവന് കൊടുക്കാനുള്ളതെല്ലാം വാരി വെതറി അങ്ങോട്ടിടും. അതാണ് കിട്ടാൻ പോകുന്ന ആകെ ഗുണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. കുറേ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കുന്നതിനെതിര് പറയല്ലോ കേട്ടോ, വെറുപ്പ് തോന്നരുത് ആർക്കും. പക്ഷെ നമ്മളുടെ ഹമ്മ് മൊത്തം അതിലേക്കാവുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ചിന്ത മൊത്തം നാളെ വരാനിരിക്കുന്ന അവസാനിക്കാത്തൊരു ലോകത്തെക്കുറിച്ച് തീരെ തന്നെ ആലോചിക്കാതെ ഈ ലോകത്തിന്റെ സമയങ്ങളെ മുഴുവൻ ഉണ്ടാക്കാനുള്ള ചിന്തയിൽ കഴിയുന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ കാനത്തി ദുനിയാ ഹമ്മഹു, ഒരാളുടെ മനസ്സിന്റെ ആഗ്രഹം മുഴുവൻ എന്താണ്? ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം എന്നാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? എന്തേന്ന് രാവിലെ എണീക്കുമല്ലേ, എന്നിട്ട് അവിടെ പോകണം, ഇവിടെ പോകണം, മറ്റിടത്ത് പോകണം, കുറേ ഇടത്ത് പോകാനുണ്ട്, അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ 4 മണിക്കുള്ള ബസ്സിന് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെ തന്നെ. അത് അള്ളാഹുവിൻ്റെ ഒരു ഏർപ്പാടാണത്. ഇവന്റെ മനസ്സിൽ ഇത് ദുനിയാവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫറഖല്ലാഹു ശംല, അള്ളാഹ് ഒരിടത്ത് കൊടുക്കാൻ തീരുമാനിച്ച സാധനം എന്ത് ചെയ്യും? പലയിടത്തായിട്ടിടും. കുറച്ച് മഞ്ചേരി പോകണം, പിന്നെ പെരിന്തൽമണ്ണ പോകണം, വടകരയ്ക്ക് പോകണം, പിന്നെ അവിടെയൊക്കെ പോകണം. അപ്പോൾ രാവിലെ ഇറങ്ങി ഇയാളെല്ലാവിടെ ഓടിയിട്ട് വൈകുന്നേരം ഏതായാലും എല്ലായിടത്തും എത്തിയില്ലാലും 2 ബാക്കിയുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് എത്തി. ഫറഖല്ലാഹു ശംലഹു വജഅല ഫഖറഹു ബൈന ഐനൈഹി, മുമ്പിൽ എപ്പോഴും ദാരിദ്ര്യം. പടച്ചോനെ, എന്തായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ഒരു വഴിക്കെത്തുന്നില്ലല്ലോ അല്ലേ? അങ്ങനല്ലേ? ഈ ഓട്ടോ എല്ലാം ഓടിയിട്ട് അയാൾ പറയുന്നതാണ്, കാര്യങ്ങളും നമ്മൾ വിചാരിച്ച വഴിക്ക് വരുന്നില്ല, ഒന്നും വിചാരിച്ച പോലെ ആകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ഇനി ഒരാളുടെ ചിന്ത പരലോകം, അത് നഷ്ടമാകരുത്, പരലോകം നഷ്ടമാകരുത് എന്നുള്ളൊരു ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ജമഅ അല്ലാഹു ശംല, അവന് കൊടുക്കാനുള്ളതെല്ലാം അല്ലാഹു തആല ഒരിടത്ത് ഓരോടത്തും. ഇത് ഹദീസാണ് കേട്ടോ, ഞാൻ എൻ്റെ വകയായിട്ടുണ്ടാക്കുന്നില്ല, ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആഖിറമാണ് ഒരാളുടെ മുമ്പിലുള്ള ലക്ഷ്യമെങ്കിൽ അവനെന്ത്? ഇപ്പം നമുക്കറിയാലോ, ആഖിറം മുമ്പിൽ വെച്ച് ജീവിച്ച ഏറ്റവും നല്ലൊരു സമൂഹത്തിൻ്റെ പേരെന്താണ്? സഹാബാക്കളല്ലേ? ഒരു തർക്കമില്ല, എല്ലാവരും പറയും ആഖിറ. സഹാബാക്കളുടെ ലക്ഷ്യം എന്തായിരുന്നു? ദുനിയാവ് ഉണ്ടാക്കലായിരുന്നോ ആഖിറമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഒരു തർക്കമില്ല, സഹാബാക്കളുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്തു മാത്രമായിരുന്നു? എന്തായിരുന്നു? ദുനിയാവിൽ എന്ത് നഷ്ടം വന്നാലും നമ്മളതിനോട് സഹിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു സാധനം തിന്നാൻ കിട്ടിയിട്ടില്ല ഞങ്ങൾ സുഫയിൽ കുറച്ച് ആൾക്കാർ, അതൊന്നും പറയേണ്ട കഥയൊന്നും പിൽക്കാലത്ത് പറയുന്നുണ്ട്. അത് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ തിണ്ണയിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു ജീവിതമാർഗവും ഇല്ലാത്തവർ. ഇന്ന് നമ്മൾ അവരെയൊക്കെ പൊട്ടന്മാരെന്ന് പറയല്ലേ?
എന്താടാ പോട്ടാ ഇങ്ങനെ നടന്നാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാണ്ടേ എന്ന് ചോദിക്കും. നമ്മളുടെയൊക്കെ ഭാഷയിൽ അങ്ങനെയാണ്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ഒരു ജീവിത മാർഗവുമില്ല. മദീനത്തെ പള്ളിയുടെ ആ തിണ്ണലങ്ങളങ്ങോട്ട് കിടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചിലപ്പം വരും. അര ഗ്ലാസ് പാല് വരുമെന്ന് പറയുമ്പോൾ വിചാരിക്കും ഹത്തീബിൻ്റെ റൂമിൽ വരുന്ന മാതിരി ബിരിയാണിയുടെ ഒരു വലിയ പാത്രം അല്ല, അതല്ല വരുന്നത്. റസൂലിന് അങ്ങനെ കൊടുക്കാൻ ആഗ്രഹമില്ലായിട്ടില്ല. പക്ഷേ കൊടുക്കേണ്ട ആൾക്കാരുടെ കയ്യിലൊന്നുമില്ല. അവർക്ക് വല്ലപ്പോഴും വീട്ടിൽ ഒരു പശുവിനെ അല്ലെങ്കിൽ ആടിനെ കറക്കുമ്പോൾ കിട്ടുന്ന അര ഗ്ലാസ് പാല്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കുടിച്ചിട്ട് ഞങ്ങൾക്ക് തരും. ഞങ്ങൾ എല്ലാവരും ഒരു അത്ര തന്നെ അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എനിക്ക് പട്ടിണി കാരണം വിശന്നിട്ട് ഞാൻ വീണു പോയിട്ടുണ്ട്. പട്ടിണി കാരണം വിശന്ന് ഞാൻ വീണു പോയിട്ടുണ്ട്. മസ്ജിദുൻ നബവിയുടെ ആ തിണ്ണയിൽ ഞാൻ ബോധം കെട്ട് വീണ് കിടന്നിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ആ പേര് കേട്ടാൽ നമ്മളെന്ത് പറയും? റളിയല്ലാഹു അൻഹു. പട്ടിണിയുടെ ഫലമാണത്, അല്ലാതെ കുറേ ഉണ്ടാക്കിയത് കുറേ ബിരിയാണി കഴിച്ചതിൻ്റെ അല്ല. പട്ടിണിയുടെ ഫലമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇന്നൊരു ഹദീസിൻ്റെ കിതാബ് എടുത്തു കഴിഞ്ഞാൽ നിറയെ എന്താണുള്ളത്? അബൂ ഹുറൈറ മൊത്തം ആ ഏരിയ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയി. ആര്? അപ്പോൾ പട്ടിണിയുടെ ഫലമാണത്. മനുഷ്യ മനസ്സിൽ ഇന്നും അവരെക്കുറിച്ചുള്ള ബഹുമാനം നിലനിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, പരലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു സംഘത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഹാന്മാരായ സഹാബാക്കളാണ്. അവരെങ്ങനെയാണ് സത്യത്തിൽ ജീവിച്ചത്? ദുനിയാവിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ ജീവിച്ചു. അതുണ്ടാകുന്നത് പോലെ ഉണ്ടായിക്കോട്ടെ, അത് മതി. തബൂക്ക് യുദ്ധത്തിൻ്റെ സമയം നമുക്കറിയാം. തബൂക്ക് യുദ്ധം വലിയൊരു പരീക്ഷണത്തിൻ്റെ സമയമാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. വിളവുകൾ ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തബൂക്കിലേക്ക് പോകണം. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകേണ്ട സ്ഥലം പറയാറില്ല. തബൂക്ക് ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തബൂക്കിലേക്ക് പോകണം. ഇന്നത്തെ അവസ്ഥയിലാണെങ്കിലുണ്ടല്ലോ ഒരാളുണ്ടാവില്ല പോകാൻ. നിങ്ങളൊരു കാര്യം പോയിക്കോളി, നമ്മൾ തൽക്കാലം ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം ഇത് പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം എങ്ങനെ ജീവിക്കും എൻ്റെ സാറേ? നിങ്ങൾ പറയും, നിങ്ങൾ തരുമോ? തിന്നെ ചോദിക്കല്ലേ? ഇന്നത്തെ സമൂഹമാണ് ചോദിക്കും. അപ്പോൾ മഹാന്മാരായ സഹാബാക്കൾക്ക് അങ്ങനെ ഒരു ചോദ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തബൂക്കിലേക്ക് പോകണം. ഈന്തപ്പഴകൾ പാകമായിക്കൊണ്ടേയിരിക്കുന്നു, എന്നാൽ പറിക്കാനായിട്ടുമില്ല. തിരിച്ചു വരുമ്പോൾ ഇത് നഷ്ടപ്പെടുകയും ചെയ്യും. അവർ പോയില്ലേ? അവർ പോയി. ഇനി അടുത്ത കാര്യം എന്താണ്? അതല്ല, വഫിസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദുൻ. ആകാശത്താണ് റിസ്ഖ്. അപ്പോൾ പറഞ്ഞു വന്നത്, പരലോകം ഒരാളുടെ ഹമ്മായി മാറിയാൽ ജമഅ അല്ലാഹു ശംലഹു, അല്ലാഹ് അയാൾക്ക് കൊടുക്കാനുള്ളതെല്ലാം ഒരിടത്താക്കി കൊടുക്കും. എന്നിട്ടോ വജഅല ഗിനാഹു ബൈന ഐനൈ, എപ്പോഴും ചോദിച്ചാൽ എന്താ പറയാ? അൽഹംദുലില്ലാഹ്. അങ്ങനെയുണ്ട്, അൽഹംദുലില്ലാഹ്. എപ്പോഴും മനസ്സിൽ ഒരു തൃപ്തിയാണ്. മനസ്സ് തൃപ്തിയാണ്, എന്നാൽ വല്ലാതെ ഓടാതെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റവരോ മനസ്സിന് യാതൊരു തൃപ്തിയില്ല, ഓട്ടം തന്നെ ഓട്ടം. എന്നാൽ അത് തീരുന്നുണ്ടോ? തീരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനോഗതിയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പരലോകം നേടാനാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അല്ലാഹു തആല സംതൃപ്തി തരും. നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം മറ്റേ ദുനിയാവിന് വേണ്ടി ലക്ഷ്യമാക്കുന്നവരെ കുറിച്ച് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിൽ കാണാം, വലാ യഅതീഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദ. ഇയാൾ ഈ ഓട്ടം മുഴുവൻ ഓടുന്നുണ്ട്. മുഴുവൻ ഓട്ടം ഓടിയാലും അല്ലാഹ് അയാൾക്ക് തീരുമാനിച്ചതല്ലാതെ ഒരു അല്പം പോലും അയാൾക്ക് കിട്ടുകയില്ല. എന്നാലോ മറ്റേയാളോ അത്തത്തി ദുനിയ വഹിയ റാഗിമ. മറ്റേയാൾ ആര്?
പരലോകം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആൾക്ക് മനസ്സെപ്പോഴും തൃപ്തിയാണ്. അത്തത്തി ദുനിയാവ് അയാളുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരും, വരാനുള്ളത് ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. അതാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ സത്യത്തിൽ ഒരു പരലോക വിചാരം ആവശ്യമാണ്. അതുണ്ടായേ പറ്റൂ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അൽഹാക്കും, നിങ്ങളെ ആകെ മറപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആകെ മറപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അത്തക്കാസുർ, ഏതാ തക്കാസുറിന്റെ അർത്ഥം? എന്താണ്? പോരാ പോരാ, അതാണ് തക്കാസുറിന്റെ അർത്ഥം. അത്തക്കാസുർ, ഇത് കിട്ടിയിട്ട് മതിയാകുകയില്ല. അങ്ങനെയാണ്, അറിയാലോ നമുക്ക്. അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കിട്ടിയിട്ട് മതിയാകുകയില്ല. എന്നാൽ പിന്നെ ഒരു ഷോപ്പ് കൂടെ തുടങ്ങാം അല്ലേ? ഒരു ഷോപ്പ് കൂടെ തുടങ്ങാനുള്ളതായോ? എന്നാൽ പിന്നെ നമുക്ക് ഒരെണ്ണം കൂടെ അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പം അത്യാവശ്യ കാര്യങ്ങളെല്ലാം സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു ഷോപ്പുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇത് മതി, അൽഹംദുലില്ലാ. ഇങ്ങനെ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇവിടെ ഒരു ഷോപ്പ് കൂടെ തുടങ്ങാനുള്ള സംവിധാനം ഉണ്ട്, പിന്നെ തുടങ്ങിക്കൂടെ? എനിക്ക് ഒരു ഷോപ്പ് കൂടെ തുടങ്ങാനുള്ള സൗകര്യം തുടങ്ങിക്കോളി. രണ്ടെണ്ണം തുടങ്ങാനുള്ള തുടങ്ങിക്കോളി. അല്ല, തുടങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു തുടങ്ങണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെന്താണ്? അൽഹാകുമുത് തകാസുർ, പോരാ പോരാ എന്നുള്ള ചിന്ത നിങ്ങൾ ആകെ മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. പരലോകമെന്ന് പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് വരാത്ത അവസ്ഥയിൽ നിങ്ങൾ ഈ ദുനിയാവിന്റെ പിറകെ കൂടിപ്പോയിരിക്കുന്നു. ഖുർആനാ ഞാൻ പറയുന്നത് കേട്ടോ, എന്റേതല്ല. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറിൽ എത്തുന്നവരെ ഇങ്ങനെ പോയാൽ എന്താ അവസ്ഥ? റബ്ബിർജിഊൻ. അന്നേരം പറയും, അല്ലാഹുവേ ഒരു ചാൻസ് തരുവോ? റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അപ്പോൾ ആ സമയത്ത് മനുഷ്യൻ ചോദിക്കും, റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒരു അവസരം കൊടുത്തരും, ഒരവസരം കൊടുത്തരും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, പറ്റിപ്പോയതാണ്, ഇനി ഞാൻ നന്നായിക്കോളാം, ഇനി ഞാൻ നന്നായിക്കോളാം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം എൻ്റെ മനസ്സിലുണ്ടാകേണ്ടതാണ് കേട്ടോ, എൻ്റെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ശേഷം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ടതാണ്. പരലോകത്തെ സംബന്ധിച്ചുള്ള വിചാരം നമുക്ക് തീരെയും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അല്ലാഹു തആല ലോകത്തേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചതെല്ലാം പരലോകത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ആ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് 1.25 ലക്ഷം പ്രവാചകന്മാരെ. ആ വിഷയത്തിൻ്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അയച്ച ആദ്യത്തെ മനുഷ്യൻ പ്രവാചകൻ ആണോ അല്ലേ? ആണോ അല്ലേ? ആദ്യത്തെ മനുഷ്യനാരാ? ആദം നബി അലൈഹിസ്സലാം. നബി ആദ്യം ഈ ലോകത്തേക്ക് വന്ന മനുഷ്യൻ ആദം എന്ന് പറയുന്നത് നബിയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമാണ്? മനുഷ്യന് പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്ത എത്രത്തോളം ഉണ്ടാകണം? അതിൻ്റെ ഗൗരവം എത്രയാണ്? പ്രാധാന്യം എത്രയാണ്? ശേഷം ഇങ്ങോട്ട് പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിര. അതെത്ര എന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ഏകദേശമായി കണക്കാണ് പറയുന്നത്. 1 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു. ഈ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ പരലോക ചിന്തയുള്ളവരാകണേ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പരലോക ചിന്തയുള്ളവരാകണേ. ആ പരലോകം നിങ്ങൾ മറക്കരുതേ. നിങ്ങളുടെ മരണം മറക്കരുതേ, മരണാനന്തര ജീവിതം മറക്കരുതേ, സ്വർഗം മറക്കരുതേ, നരകം ഇത് മാത്രമേ പ്രവാചകന്മാർക്ക് പറയാനുള്ളൂ. അല്ല നിങ്ങൾ അത് ചെയ്യണം, കച്ചവടം ചെയ്യണം, അത് ചെയ്യണം, ഇതിനെക്കുറിച്ച് ഒരു പ്രവാചകനും വർത്താനം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, മടിയന്മാരായിട്ട് ഇരുന്നു പോയ ആൾക്കാരോട് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാചിച്ചോണ്ട് വന്നു. യാചിച്ചോണ്ട് വന്നവൻ പറഞ്ഞു, എന്താ വീട്ടിലുള്ളത്? വീട്ടിലൊരു പുതപ്പുണ്ട്, എന്നാൽ എടുത്തിട്ട് വാ. ആ പുതപ്പ് കൊണ്ടുവന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് വാങ്ങും ഈ പുതപ്പ്? അപ്പോൾ ഒരാൾ പറഞ്ഞു 1 ദിർഹമിന് വാങ്ങാം. 1 ദിർഹം പോരാ, 2 ദിർഹമിന് ആര് വാങ്ങും? അപ്പോൾ പറഞ്ഞു ഞാൻ വാങ്ങാം, 2 ദിർഹമിന് വാങ്ങാം. അപ്പോൾ 2 ദിർഹമിന് ഒരാൾ വാങ്ങി. 1 ദിർഹം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് അരിയും പഞ്ചസാരയൊക്കെ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് മറ്റേ 1 ദിർഹമിന് ഒരു മഴുവും വാങ്ങിയിട്ട് പോവാ. ശരിയല്ലേ? ശരി, സംഭവം ഉള്ളതാണോ?
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണത്? അതിനേക്കാൾ മോശമായ യാചനയിലേക്ക് പോയപ്പോൾ, മനുഷ്യന്റെ അന്തസ് മുഴുവൻ കെടുത്തുന്ന പണിക്ക് പോയപ്പോഴാണ്. അതല്ലാതെ അത്യാവശ്യത്തിന് ജീവിതത്തിന് വകയുള്ള ആൾക്ക് എന്താവിടെ ഒരു ഷോപ്പ് കൂടെ നിനക്ക് തുടങ്ങിയാൽ നീ ഇങ്ങനെ മടിയനായാൽ എങ്ങനെ? അങ്ങനെ റസൂൽ ചോദിച്ചായിട്ട് നമ്മുടെ അറിവില്ല. നീ ഇങ്ങനെ മടിയനായാലും നിനക്ക് ക്യാഷ് ഇഷ്ടം പോലെ ബാക്കിയില്ലേ, നിനക്കൊരു 2 കൂടെ ആയിക്കൂടെ? അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. പണിയെടുക്കാതെ മനുഷ്യന് ബാധ്യതയായി ജീവിക്കാൻ പോകുന്ന യാചനയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റാൻ പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാചന അത് പാടില്ല, അത് പാടില്ല, പണിയെടുത്ത് തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ആ പണിക്ക് വേണ്ടി അയച്ചു. അത് ശരിയാണ്. അപ്പോൾ അത് അന്തസ്സായ ഒരു ജീവിതത്തിൻ്റെ വക എന്ന നിലയ്ക്ക് മാത്രമാണ്. എന്നാൽ അത് തന്നെ ആകരുത് എന്ന് പ്രവാചകന്മാരെല്ലാം ലോകത്തിനെ പഠിപ്പിച്ചു. പ്രവാചകന്മാർക്ക് ശേഷം ഇന്ന് ആ പ്രവാചകന്മാരുടെ ശേഷിപ്പുകളായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ പോയപ്പോൾ പറഞ്ഞിട്ട് പോയി, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ 2 കാര്യം നിങ്ങൾക്ക് തന്നിട്ട് പോവാണ്, 2 കാര്യം തന്നിട്ട് പോവാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴയ്ക്കുകയേയില്ല. അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴയ്ക്കുകയില്ല. ഏതിൽ പിഴയ്ക്കലാന്ന്? ഏത് കാര്യത്തിലാണ് പിഴയ്ക്കാത്തത്? നിങ്ങളുടെ ദീൻ കാര്യത്തിൽ പിഴയ്ക്കല. നിങ്ങളുടെ ദുനിയാവിലെ നഷ്ടവും ലാഭവും ഒന്നും റസൂലിന്റെ ചർച്ചയിലേ ഇല്ല. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ഈ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരലോകം ശോഭനീയമായിരിക്കും, പരലോകം സന്തോഷമായിരിക്കും, പരലോകം ആനന്ദപൂർണമായിരിക്കും. ഈ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്നാ റസൂൽ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വസുന്നതി, എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ പരലോകം സന്തോഷമായിരിക്കും. ദുനിയാവ് എന്താ അത് നമുക്കറിയേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ചർച്ചയില്ല. ഉണ്ടെങ്കിൽ നസ്രാസങ്ങൾ പറഞ്ഞു, ദുനിയാവും ആഖിറവും നിങ്ങൾക്ക് സന്തോഷകരമാകാൻ ഉതകുന്നതാണ് ഈ ഖുർആനും ഹദീസും എന്ന്. അതതിൻ്റെ അനുബന്ധമായി ചേർത്ത അടിസ്ഥാനപരമായിട്ടുള്ളത് പരലോകം നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, നിങ്ങൾ ഈ ഖുർആനെ മുറുകെ പിടിച്ചോളൂ എന്നാ പറഞ്ഞിട്ട്. എൻ്റെ ചര്യ, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളിയും, നിങ്ങൾ പരലോകം രക്ഷപ്പെടും. യൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ الرസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. പരലോകത്തിൽ മനുഷ്യൻ വിലപിക്കുന്ന വിലാപമാണത്. എന്തെന്നാണ്? യൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി, മനുഷ്യൻ അവൻ്റെ വിരൽ കടിക്കും മനുഷ്യൻ. യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ الرസൂലി സബീല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു, അത് മതിയായിരുന്നു. ഭയങ്കര നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ കടിക്കും, വിരൽ കടിക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഗൗരവമായ ചിന്ത വേണം, ഇല്ലാതെ പറ്റില്ല. ഗൗരവമായ ചിന്ത ഉണ്ടായേ പറ്റൂ. അന്ന് നമ്മളൊക്കെ കൈവിരൽ കടിക്കും. യൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി, എന്നിട്ട് പറയും, യാ ലൈതനി ഇത്തഖദതു മഅ الرസൂലി സബീല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാർഗം സ്വീകരിച്ചാൽ മതിയായിരുന്നു. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ അയാളെയും ഇയാളെയൊക്കെ കണ്ട് ജീവിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടമായി പോയി എന്ന് പറഞ്ഞ ഞാനല്ല. ആരാ പറയുന്നത്? ഖുർആനാണ് പറയുന്നത്. നമ്മൾ ദുഃഖിക്കും, നമ്മൾ ഖേദിക്കും, നമ്മളുടെ നഷ്ടബോധം താങ്ങാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ അന്നൊരു പരിഹാരത്തിനും മാർഗമില്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത നഷ്ടബോധത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളോട് പറയാം. അപ്പോൾ സത്യത്തിൽ ഈ ലോകത്ത് നമ്മുടെ ജീവിതം കുറഞ്ഞൊരു കാലത്തേക്കേ ഉള്ളൂ. ഒരുപാടില്ലെന്ന് മാത്രമല്ല, എത്ര നാളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷമമുള്ള കാര്യം. എത്ര നാളുണ്ടെന്ന് ആർക്കും അറിയില്ല. ഏത് സമയത്തും തീർന്നു പോകുന്ന ഒരു ജീവിതവും കൊണ്ട് നമ്മളിങ്ങനെ കഴിയണം. കഴിഞ്ഞ വർഷം റമദാനിലുണ്ടായിരുന്നവരിന്ന് നമ്മുടെ കൂടെ ഇല്ല. അടുത്ത വർഷം ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ സാധാരണ പറയും റമദാൻ പിരിയുന്നു, വിട പറയുന്നു എന്ന്. റമദാൻ വിട പറയുന്നൊന്നുമില്ല. റമദാൻ എന്ത് ചെയ്യും? ഇനിയും വരും. റമദാൻ അടുത്ത കൊല്ലം കാണും, ഒരു സംശയം വേണ്ട. ഇല്ലെന്നാ വിചാരിക്കുന്നത്? റമദാൻ പോകുന്നൊന്നുമില്ല. റമദാൻ ഉണ്ട്, ഇനിയുണ്ട് റമദാൻ.
പക്ഷേ നമ്മളുണ്ടോ അതറിയില്ല. നമ്മളാണ് ശരിക്കും വിട പറയുന്നവർ. റമദാൻ വിട പറയുന്നൊന്നുമില്ല. ഒരു പക്ഷേ നമ്മളുടെ അതൊരു വിടവാങ്ങലായിരിക്കാം. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ റമദാനിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ സന്ദർഭത്തിൻ്റെ ഗൗരവം നന്നായിട്ട് മനസ്സിലാക്കുക. നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഓരോ ദിവസത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ബോധം ഉണ്ടാകണം. എത്ര സമയം ജീവിക്കുമെന്ന് യാതൊരു അറിവും നമുക്കില്ല. അദ്ദുന്യ മസ്റഅത്തുൻ ലിൽ ആഖിറ. ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു സ്ഥലമാണ്. അതിനുള്ള സ്ഥലമാണിത്. അതല്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടെ ജീവിക്കാനുള്ള സ്ഥലം അല്ല. ഇതെന്തിനുള്ള സ്ഥലമാണ്? ഇവിടെ സമ്പാദിക്കാനുള്ള സ്ഥലമാണിത്. എവിടത്തേക്ക് സമ്പാദിക്കാൻ? ശരിയായ ജീവിതത്തിലേക്ക് സമ്പാദിക്കാനുള്ള സ്ഥലമാണ്. നമ്മളുടെ സമ്പാദ്യങ്ങൾ കുറഞ്ഞു പോയാൽ പല മഹത്തുക്കളും പറയുന്നുണ്ട്, അസ്സഫർ തവീൽ, ദീർഘമായ യാത്രയാണ്. ബസ്സാദു ഖലീൽ, കയ്യിലുള്ള യാത്രാ വിഭവങ്ങളാണെങ്കിൽ വളരെ കുറവുമാണ്. കുറഞ്ഞ യാത്രാ വിഭവങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. മൻ കാന യുരീദു ഹർസ ദുനിയ ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ സഹോദരങ്ങളെ ഒരുപാട് ഓഫറുകൾ വെക്കുന്നുണ്ട്. അല്ലാഹു തആലയുടെ കാരുണ്യം വളരെ വലുതാണ്. അല്ലാഹു തആലയുടെ മനുഷ്യരോടുള്ള സ്നേഹം വളരെ വലുതാണ്. വിട്ടുവീഴ്ച വളരെ വലുതാണ്. എത്ര വലിയ പാപങ്ങളും ഒരൊറ്റ സമയം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇത് അള്ളാഹുവിൻ്റെ ഓഫറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, സ്നേഹവും കാരുണ്യവുമുള്ളവനാണ്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ ഒരുപാട് വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫി ഹർസി. ഒരു മനുഷ്യൻ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ഇരട്ടിയായിട്ട് കൊടുക്കുന്ന ഖുർആൻ പറയുന്നത്. ഖുർആനാണ്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസി. അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ഞാൻ ഇരട്ടിയായിട്ട് കൊടുക്കും. മൻ കാന യുരീദു ഹർസ ദുനിയ നുഅ്തിഹി മിൻഹാ. കുറച്ച് എന്തെങ്കിലും കൊടുക്കും. ഒരു കൃഷിക്കാരനോട് അള്ളാഹു തആല നമ്മളെല്ലാം, റസൂലും ഉപമിച്ചത് കൃഷിക്കാരനോടാണ്, അള്ളാഹു ഉപമിക്കുന്നത് കൃഷിക്കാരനോടാണ്. കൃഷിക്കാരൻ്റെ ഗുണം എന്താണ്? കൃഷിക്കാരൻ്റെ ഗുണം എന്താ? ഒന്ന് അധ്വാനം, അല്ലേ? അധ്വാനിക്കാത്ത കൃഷിക്കാരനാണോ? കൃഷിക്കാരൻ നല്ല അധ്വാനിയായിരിക്കും, എത്ര നേരവും പണിയെടുക്കും. മറ്റൊന്ന്, കൃഷിക്കാരൻ്റെ ഗുണം അധ്വാനത്തിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് കൃത്യമായ കണക്കൂട്ടലുണ്ടാവും. ഉണ്ടാവില്ലേ? കൃഷി ഇങ്ങനെ വളർന്നു വരികയാണ്. അതിനെ അങ്ങോട്ട് വളർന്നോളും, റെഡിയായിട്ട് വന്നോളും. പിന്നെ ഒരു 10 മാസമോ എത്രയേ കഴിയുമ്പം പോയി വിളവെടുത്താൽ മതി. അങ്ങനെയാണോ കൃഷിക്കാരൻ? ആണോ? ഡെയിലി പോവും. എങ്ങോട്ട് കൃഷിയെടുത്തോട് രാവിലെ തന്നെ പോവും. പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ, കളകൾ പറിക്കാനുണ്ടോ, എല്ലാം പറിച്ച് കൊണ്ടേ കളയും. കീടങ്ങളുണ്ടോ, കീടങ്ങളുണ്ടെങ്കിൽ കീടനാശിനി കൃത്യമായിട്ട് കൊടുത്തോണ്ടേയിരിക്കും. ഇങ്ങനെ പരിചരണമാണ് കൃഷിക്കാരൻ്റെ വലിയൊരു ഒരു പ്രത്യേകത. അധ്വാനവും പരിചരണവും. അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഉണ്ടാകുന്നത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടുന്ന കൃത്യമായ കണക്കൂട്ടലും പരിചരണവും. ഇത് രണ്ടും കൃഷിക്കാരൻ്റെ രീതിയാണ്. മാത്രമാണോ കൃഷിക്കാരന് വേറൊരു പ്രത്യേകതയുണ്ട്? സന്ദർഭം പരമാവധി ഉപയോഗപ്പെടുത്തും. വെറുതെ കൃഷി ആരും ചെയ്യാറില്ല, ഉണ്ടോ? ഇപ്പം ഈ സമയം ഏത് കൃഷിക്കാണ് പറ്റിയത്, അല്ലേ? വാഴയാണ് പറ്റിയതെങ്കിൽ അയാൾ അതാണ് ചെയ്യുക. ഓരോ കൃഷിക്കും പറ്റിയ സമയം അയാൾക്കറിയാം. മഴ, വേനൽ, ഇത് കാലാവസ്ഥ. ഈ കാലാവസ്ഥക്കനുസരിച്ച് ഏത് കൃഷിയാണ് യോജിച്ചത് എന്നുള്ള കാര്യം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. കാലാവസ്ഥയ്ക്ക് യോജിച്ച് ഓരോ സന്ദർഭത്തിനനുസരിച്ച് വേണ്ടുന്ന, വയനാടുകാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? കോഴിക്കോട്ടുകാർക്ക് എന്ത് കൃഷിയല്ലേ? വയനാടുകാരെങ്കിലുമൊക്കെ ഉണ്ട്, അവർക്കറിയാം എങ്ങനെയാണ് കൃഷിക്കാരൻ്റെ ഇടപാടെന്ന്.
അപ്പൊ കൃത്യമായി അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ കാലാവസ്ഥയുടെ ആനുകൂല്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവനാണ് കൃഷിക്കാരൻ. രണ്ടാമത്തേത് നിരന്തരമായ അധ്വാനം, അതാണ് കൃഷിക്കാരൻ. മൂന്നാമത്തേത് വളർന്നു വരുന്ന കൃഷിക്ക് ദോഷം ചെയ്യുന്ന സകലതിനെയും എങ്ങനെയെങ്കിലും ഉറക്കൊഴിഞ്ഞിരുന്നിട്ടാണെങ്കിലും, അല്ലേ, ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ലേ, പന്നി കയറുന്നത് കൊണ്ട് ഉറക്കൊഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ, ഈ സാധനം വന്ന് കയറിയാൽ ഇതുവരെയുള്ള അധ്വാനം മുഴുവൻ അത് കൊണ്ടുപോയാലും തിരക്കേടില്ല. എന്താ, നശിപ്പിച്ചിട്ടിട്ട് പോവും. ഒരു ഉപകാരവും, അതിനും ഉപകാരമില്ല, നമുക്ക് ഉപകാരമില്ല. അങ്ങനെ എല്ലാം കൂടെ കുത്തി മറിച്ചിട്ടിട്ട് അതങ്ങോട്ട് പോകും. അതിനൊരു രസം, അത്ര തന്നെ. അതിനുവേണ്ടി ഈ പാവപ്പെട്ടവൻ ഉറക്കൊഴിഞ്ഞിരിക്കുകയാണ്, അത് നഷ്ടപ്പെടാതിരിക്കാൻ. ഇങ്ങനെ ഊണും ഉറക്കവും എല്ലാം അയാൾക്ക് അങ്ങോട്ട് തന്നെയാണ് ശ്രദ്ധ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹു പറയുന്നത്, നമ്മളെല്ലാവരും കൃഷിക്കാരാണ്. എങ്ങോട്ടേക്കുള്ള കൃഷിയാണ്? പരലോകത്തേക്കുള്ള കൃഷിയാണ്. ഇത് 3 കാര്യങ്ങളുണ്ടോ? എവിടെ, അല്ലേ? ഉണ്ടോ? എവിടെ? ഈ 3 കാര്യങ്ങൾ ഉണ്ടാവണം നമുക്ക്. പരലോകത്തിൻ്റെ കാര്യത്തിൽ നിരന്തരമായ അധ്വാനം വേണം. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇത് ഞാനൊരു പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുകയല്ല. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ പരലോകത്തിനെ സംബന്ധിച്ച് ചിന്ത ഉള്ളവരാകണം. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, വലിയ നഷ്ടമാണ്, വലിയ നഷ്ടം, നികത്താൻ പറ്റാത്ത നഷ്ടമാണത് നമുക്ക് വരുത്താൻ പോകുന്നത്. പരലോക കാര്യത്തിൽ നല്ല കണ്ണ് നമുക്കുണ്ടാകണം. നിരന്തരമായ അധ്വാനം നമുക്ക് നമ്മുടെ പരലോക കാര്യത്തിൽ വേണം. ദുനിയാവിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഒരു പകുതിയെങ്കിലും വേണ്ടേ, അല്ലേ? വേണ്ടേ? പകുതി മതിയോ ശരിക്കും, അല്ലേ? കണക്കനുസരിച്ച് പകുതി പോരാ, അതിൻ്റെ എത്രയോ ഇരട്ടി വേണം. മറ്റേ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധയാണ്. ഈ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധകൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളതൊരു ഗൗരവമായിട്ട് എടുക്കുന്നേയില്ല. അതുകൊണ്ട് പരലോക കാര്യത്തിൽ നിരന്തരമായ ശ്രദ്ധ വേണം, നിരന്തരമായ അധ്വാനം വേണം. നഷ്ടങ്ങൾ, നമ്മളുടെ ദുസ്വഭാവങ്ങൾ കാരണമായിട്ട് നമ്മളുടെ കർമ്മങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് മോശമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ, ഇതിലെല്ലാം വളരെ ശ്രദ്ധ വേണം. സാമ്പത്തികമായ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം, ഇടപാടുകളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. വാങ്ങിയ കാശ് കൊടുക്കാതിരിക്കുന്നവർ പലരുമുണ്ട്. പല തരത്തിലുള്ള ന്യായങ്ങളാണ് പറയുന്നത്. ഒരു ന്യായീകരണങ്ങളുമില്ല. സാമ്പത്തികമായുള്ള ബാധ്യതകൾ ബാക്കിയാക്കിയിട്ട് വെച്ചാൽ ഒരുപാട് കൃഷി ഉണ്ടാകും. പക്ഷെ ആ കൃഷി ഒന്നും ഉപകാരത്തിൽപ്പെടുകയില്ല, സകലതും നശിച്ചു പോകും. അതുകൊണ്ട് നശിച്ചു പോകാതിരിക്കാനുള്ള കൃത്യമായ ജാഗ്രത വേണം, നിരന്തരമായ അമലുകൾ വേണം. അതുപോലെ തന്നെ സീസൺ കൃത്യമായി, സന്ദർഭം കൃത്യമായി മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ, മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസി, അയാളുടെ ഹർസിന്, അയാളുടെ കൃഷിക്ക് ഞാൻ വലിയ വർധനവ് നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുമ്പിൽ ഒരു ഓഫർ വെക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്. പരലോക കാര്യത്തിൽ നമുക്ക് സഹോദരങ്ങളെ നല്ല ശ്രദ്ധ അതുണ്ടായേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സാധിക്കുന്നത് പോലെ ഒഴിവാക്കണം. അങ്ങനെയാണോ? പിന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയേ പറ്റൂ. വിലക്കുകൾ ഒഴിവാക്കിയേ പറ്റൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സബഉൽ മുബിഖാത്ത്, മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന 7 കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഒഴിവാക്കണം. പറഞ്ഞില്ലേ? നമ്മൾക്ക് എല്ലാവർക്കും വൻപാപങ്ങൾ എന്ന് പറയില്ലേ? വൻപാപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു, വൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത്. ഇങ്ങനെ തുടങ്ങിയിട്ട് വൻപാപങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, അക്ലു റിബ, പലിശ തിന്നരുത്. അക്ലു മാലിൽ യതീം, യതീമിൻ്റെ സ്വത്ത് തിന്നരുത്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സിന, വ്യഭിചാരം വൻ പാപമാണ്, അത് ചെയ്യരുത്. ഇതിനോടൊക്കെ ഒരു ഗൗരവമില്ലാത്തിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വ്യഭിചാരമെന്ന് പറയുന്നത് ഇന്ന് ഒരു തെറ്റേ അല്ലാത്തിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കാം. വളരെ സങ്കടകരമായ അവസ്ഥയിലേക്ക് യുവാക്കൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത്
മറുഭാഗത്ത് ദീനീയായ അവസ്ഥകൾ നമ്മൾ ബാഹ്യമായി കാണുന്നവർ പോലും പലിശയുടെ ഇടപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യതീമിന്റെ സ്വത്ത് യാതൊരു സൂക്ഷ്മതയില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളുടെ വിശുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തികമായ വിശുദ്ധിയും ലൈംഗികമായ വിശുദ്ധിയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഈ രണ്ട് വിശുദ്ധിയും പാലിച്ചില്ല എങ്കിൽ വലിയ നഷ്ടമാണ്. ഞാൻ ഒരു ഭാഗത്ത് പറഞ്ഞു, ദീനുൽ ഇസ്ലാം നിർബന്ധമാക്കിയ അമലുകൾ കൃത്യമായി പാലിച്ചേ മതിയാകൂ. അതൊരു കൃഷിക്കാരൻ്റെ ജാഗ്രതയോടുകൂടി പരമാവധി നന്മകൾ നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതൊരു കൃഷിക്കാരൻ്റെ ജാഗ്രതയിൽ ചെയ്യണം. അതുപോലെ കൃഷിക്കാരൻ്റെ ജാഗ്രതയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. കളകൾ പറിച്ച് കളഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതൊന്നായിട്ട് വളരും. ഒരു ഭാഗത്ത് കൃഷിയും നന്നായിട്ട് വളരും, അതിൻ്റെ കൂട്ടത്തിൽ കീടങ്ങളും വളർന്നു വന്നുകൊണ്ടേയിരിക്കും. എന്ത് പ്രയോജനം കിട്ടാനാണ്? ആ കൃഷി കൊണ്ട് ഒരു ഉപകാരവും കിട്ടില്ല. അതിൻ്റെ വിളവുകളെല്ലാം ഒരു കാര്യത്തിനും പറ്റാത്ത തരത്തിലുള്ള വിളവുകളായിരിക്കും. ആണല്ലേ? കീടങ്ങൾ ഒരു കൃഷിയിടത്തിൽ നിറയെ കീടങ്ങളാണെങ്കിൽ എന്ത് വിളവാദ്യം കിട്ടുക? സംഗതി ശരിയായിരിക്കും, വാഴ നന്നായിട്ട് വലുതായിട്ട് നിൽക്കുന്നുണ്ടാവും, അതിലുണ്ടാകുന്ന ഫലത്തിൻ്റെ വലിപ്പം ഇത്ര ഉണ്ടാവും. കാരണം എന്താ? മുഴുവൻ കീടങ്ങൾ കയറി കിടക്കാണ്, കളകൾ പറിച്ചിട്ടില്ല. ഒരു കൃഷിക്കാരൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തിട്ടില്ല. ഫലങ്ങൾ നഷ്ടത്തിലായിപ്പോയി. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ, അള്ളാഹുവിൻ്റെ വാക്കിലൂടെ നമ്മളോട് വിലക്കുകളുണ്ട്. ജീവിതത്തിൽ വിലക്കുകളുണ്ട്. വിധിയും വിലക്കുമാണ് ഇസ്ലാം. കൽപ്പനകളും നിരോധനങ്ങളും അത് എല്ലായിടത്തും ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ കൽപ്പനയും, ഒരു വാഹനമായിട്ട് പുറത്തിറങ്ങിയാൽ കൽപ്പനയും നിരോധനം ഉണ്ടോ? ഇല്ലേ? ഇല്ല. സൗകര്യം വരെ ഓടിക്കാം, അത് പറ്റില്ല. ഒരു വാഹനമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ കൽപ്പന വരും, അവിടെ സിഗ്നൽ വരും, അത് കൽപ്പനയാണ്. കുറച്ച് കഴിയുമ്പം നിരോധനത്തിൻ്റെ സിഗ്നലും വരും, അല്ലേ? നിരോധന സിഗ്നൽ വരുമ്പം അവിടെ അങ്ങോട്ട് നിർത്തും. തൊട്ടു മുമ്പിലുള്ള വണ്ടി വരെ പോയി നമ്മളെത്തിയപ്പോഴേക്ക് അതാ കിടക്കുന്നു. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുഭവിച്ചേ പറ്റുള്ളൂ. 1 മിനിറ്റോ 1.5 മിനിറ്റോ അവിടെ നിൽക്കണം, ഇല്ലെങ്കിൽ വേറെ പണി വരും. അപ്പോൾ ഒരു റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പോലും വിലക്കുകളുണ്ട്, വിധികളുമുണ്ട്. വിധിയും വിലക്കുമില്ലാതൊരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാനേ കഴിയില്ല. ഏതൊരു ഭൗതിക സംവിധാനത്തിൽ അതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നിയമമായിക്കോട്ടെ. ആ രാജ്യം സ്വതന്ത്രമായി 1947 റിപ്പബ്ലിക് ആയതെപ്പോഴാ? റിപ്പബ്ലിക് എപ്പോഴോ ആയിക്കോട്ടെ, റിപ്പബ്ലിക് ആയോ ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണത് താമസിച്ചത്? ആ വിധിയും വിലക്കും ഉണ്ടാകാൻ. രാജ്യം സ്വാതന്ത്ര്യമായി കഴിഞ്ഞ ഉടനെ തന്നെ രാജ്യത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളെല്ലാം കൂടെ തല പുകഞ്ഞ് ആലോചിച്ച് എന്തുണ്ടാക്കി? വിധിവിലക്കുകൾ എഴുതി വെച്ചു. വേറെ പണിയും ചെയ്തിട്ടില്ല. വിധിവിലക്കൽ. ഈ രാജ്യത്ത് താമസിക്കുന്ന എൻ്റെ കാര്യത്തിൽ ഈ സർക്കാരിനുള്ള വിധികൾ എന്തെല്ലാമാണ്, അതിങ്ങനെ നമ്പർ കണക്കായിട്ട് എഴുതി വെച്ചു, അല്ലേ? എന്നിട്ടോ വിലക്കുകൾ എഴുതി വെച്ചു. അപ്പോൾ റിപ്പബ്ലിക്കായി, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? എനിക്കറിയുന്നത് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വിധിയും വിലക്കും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ രാജ്യത്ത് ജീവിക്കുന്നവൻ ആ വിധിയും വിലക്കും അനുസരിക്കണം, വേണ്ടേ? വേണ്ട. അത് വിധിയൊക്കെ അവിടെ കിടന്നോട്ടെ, ഞാൻ എൻ്റെ സൗകര്യം പോലെ ജീവിക്കും. അതിൻ്റെ ഭവിഷ്യത്ത് ഇവിടെ തന്നെ അനുഭവിക്കും. താമസമൊന്നും വരേണ്ടി വരില്ല. ഇവിടെ തന്നെ എൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. അപ്പോൾ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും രാജ്യത്തിൻ്റെ വിധികൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. വിധിയും വിലക്കും ഇല്ലാത്തൊരു രാജ്യം എന്തായിരിക്കും? നല്ല സുന്ദരമായ, അല്ലേ? നമ്മളുടെ ഇപ്പോഴത്തെ ലിബറൽ ചിന്താഗതിക്കാർ പറയുന്ന പോലെ നല്ല സുന്ദരമായ ഒരു സമൂഹം, സുന്ദരമായ രാജ്യം. എന്താ? വിധിയുമില്ല വിലക്കുമില്ല, എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാം. രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് പറയില്ല. മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമേ ലിബറലിസം ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? എന്താ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ലിബറലിസം ഇല്ലാത്ത? പണി വാങ്ങും. എന്ത്? ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ആരാണ്? നല്ല ലിബറലാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓരോരുത്തരുടെ മനസ്സിലുണ്ട്, അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അതനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചാൽ മതി, ഓരോരുത്തരുടെ മനോഗതി അനുസരിച്ച് ജീവിച്ചാൽ മതി. എന്തേ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ കാര്യത്തിൽ മനോഗതി അനുസരിച്ച് ജീവിച്ചാൽ പോരെ? അവിടെയൊക്കെ മനുഷ്യന് മനോഗതി ഇല്ലേ?
അപ്പൊ ചുരുക്കത്തിൽ വിധിയും വിലക്കുമില്ലാതൊരു സമൂഹമില്ല. ഒരു സമൂഹത്തിന് അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പോയാൽ സംഭവിക്കുന്ന എന്താണ്? പരസ്പരം പ്രശ്നങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ വിഷയത്തിൽ കുറച്ച് വിധികൾ തന്നിട്ടുണ്ട്. ഞാനത് പാലിച്ചേ മതിയാകൂ. എൻ്റെ കാര്യത്തിൽ കുറച്ച് വിലക്കുകളും തന്നിട്ടുണ്ട്. ഞാനത് പാലിച്ചേ മതിയാകൂ. ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ കാര്യം നഷ്ടമായിരിക്കും. അവിടുത്തെ കാര്യം ഭയങ്കരമായ നഷ്ടത്തിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലൈംഗികമായ വിശുദ്ധി ഇതൊന്നും കൂടെ ഞാൻ ഒന്നല്ല, വളരെ ഗൗരവത്തിൽ പറയേണ്ടുന്ന ഒരു വിഷയം തന്നെയാണിത്. ഒരു സംശയമില്ല. വ്യഭിചാരം, അതുപോലുള്ള ലൈംഗികമായ അരാജകത്വങ്ങൾ സമൂഹത്തിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അതാലോചിച്ച് നോക്കി, എന്തൊരവസ്ഥ. ഒരു മനുഷ്യന് മതമൊന്നുമില്ലാത്ത സമൂഹത്തിലും എന്തുണ്ടായിരുന്നു? ലൈംഗിക മേഖലയിൽ മര്യാദ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ മര്യാദ ഉണ്ടായിരുന്നു മനുഷ്യന്. അത് ഖുർആൻ നോക്കിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയൊന്നുമല്ല. ഇപ്പോൾ ഏത് മതക്കാരാണെങ്കിലും ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, സ്ത്രീകളുടെ വസ്ത്രത്തിന് ഒരു ഷോള് അല്ലേ ഇടുമായിരുന്നു. ഒരു ചുരിദാർ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഷാൾ എല്ലാവരും എല്ലാ മതക്കാരും ഇടുമായിരുന്നു. എന്തുകൊണ്ടാണത്? ഇസ്ലാമിൻ്റെ നിയമം ആണോ? അല്ലല്ലോ. പിന്നെ എന്താണത്? അതല്ലാത്തൊരു വസ്ത്രധാരണം ഒരു സംസ്കാരമല്ല എന്ന് മനുഷ്യന് തോന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ ചെയ്യുന്നത്. എല്ലാ മതസ്ഥരും ഈ സമീപകാലം വരെ ഇന്നതില്ല, ഇന്നത് പോയിരിക്കുന്നു, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ തെറ്റാണെന്നുള്ള ചില കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം അവിടെ ഒരു സംസ്കാരമുണ്ട്. ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവുമായിട്ടത് ചേരുന്നതല്ല എന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ്റെ സ്വാഭാവിക മനസ്സിനുണ്ടായിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് മനുഷ്യൻ പാലിച്ചു പോന്നിരുന്നത്. ഇന്ന് അത് ഒഴിവാക്കേണ്ടി വന്നിരിക്കുകയാണ്. നിർബന്ധപൂർവ്വം പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തോടെ തെരഞ്ഞെടുത്ത വസ്ത്രത്തെ എന്തായി കളഞ്ഞു? ഇല്ലാതായി കളഞ്ഞു. അതാ സംഭവിച്ചു. എല്ലാ കാര്യത്തിലും ഉണ്ട് അങ്ങനെ. മനുഷ്യന് ജീവിതത്തിൽ ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ അങ്ങനെ അവൻ പാലിച്ചു പോന്നിരുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രചാരകർ വല്ലാതെ വർദ്ധിച്ചു. തിന്മയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തിന്മയുടെ വാതിലുകളിൽ നിന്നും ദഅവത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും ലോകത്ത്. തിന്മയിലേക്ക് ദഅവത്ത് ചെയ്യുന്നവരുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. ഒരു കാലഘട്ടം വരും, ഇന്ന് നിങ്ങൾ നന്മയായി മനസ്സിലാക്കുന്നതെല്ലാം തിന്മയായി സമൂഹം ഗണിക്കുന്ന, ഇന്ന് നിങ്ങൾ തിന്മയായി ഗണിക്കുന്നതെല്ലാം നന്മയായി മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നന്മയിലേക്ക് ദഅവത്ത് ചെയ്യൽ നാണക്കേടാണ് എന്ന് വിചാരിക്കുന്ന കാലം വരുമെന്ന്. എൻ്റെ വാക്കല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കാം. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ ഇവനേതറാ എന്ന് ചോദിക്കുന്ന അങ്ങനെ ആയോ? ഇല്ലേ? നിങ്ങൾ പറയും. ആയില്ലേ? അങ്ങനെ ആയില്ലേ? ഒരു സദാചാര മനുഷ്യൻ അവൻ്റെ സാമാന്യമായ സദാചാര ബോധത്തിലൂടെ പാലിച്ചു പോന്നിരുന്ന ഒരു നന്മ ഇന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരത്തിൽ തിന്മ വ്യാപിച്ചിരിക്കുകയാണ്. നന്മ പറയാൻ പറ്റാത്ത അവസ്ഥ വരും, തിന്മ വിലക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തിന്മ വിലക്കാൻ പറ്റാത്ത അവസ്ഥ. തിന്മ വിലക്കുന്നവൻ സമൂഹത്തിൽ കേവലനായി ഗണിക്കപ്പെടും. ഇവനാരുടെ പഴയ ഏതോ പഴഞ്ചൻ സാധനം. നന്മ പറയുന്നവരെ കുറിച്ചും പറയും ഏതോ പഴഞ്ചൻ സാധനം. അവസാനം എന്താകും? നന്മയിലേക്ക് നടന്ന ദഅവത്തിന്റെ ഇരട്ടി ആവേശത്തിൽ തിന്മയിലേക്ക് ദഅവത്ത് നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു. എന്തായി അവസ്ഥ? തിന്മയിലേക്ക് ദഅവത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഏതെല്ലാം വഴികളുണ്ട്, സാധ്യമാകുന്ന വഴികളിലൂടെ എല്ലാം ദഅവത്ത് തിന്മയിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നന്മ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ദീന് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞത് കൈവെള്ളയിൽ തീ
തീക്കട്ട വെക്കുന്നത് പോലെ പ്രയാസകരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ദീനനുസരിച്ച് ജീവിക്കൽ പ്രയാസകരമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതവസ്ഥയിൽ? ഭൗതികമായ ഘടനയിൽ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് രണ്ട് നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മളുടെ ഒരു നിശ്ചയദാർഢ്യവും മനോബലവുമാണ്. മറ്റൊന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സാമൂഹിക ഘടനയാണ്. നമ്മളുടെ മനോബലം വെച്ച് നോക്കിയാൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ ദീനനുസരിച്ച് ജീവിക്കൽ പ്രയാസമാണോ? അല്ലേ? പ്രയാസമല്ല. ദീനനുസരിച്ച് ജീവിക്കൽ പ്രയാസമല്ല. ദീനെന്ന് പറഞ്ഞാൽ ഭാരമായൊരു കാര്യം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു തആല ഒരു മനുഷ്യനോട് അഥവാ മനുഷ്യ സമൂഹത്തോട് കൽപ്പിച്ചതെല്ലാം മനുഷ്യന് നിർവഹിക്കാൻ കഴിയുന്നതേ കൽപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു ഉദാഹരണത്തിന്. ഇത് അസാധ്യമാണെന്ന് വിചാരിക്കുന്നവരുണ്ടോ? ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതെങ്ങനെ സാധിക്കുന്ന? ഒരു പകല് മുഴുവൻ ഈ വെയിലത്ത് എങ്ങനെ സാധിക്കും? കൊച്ചു കുട്ടികളൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാർ, ടീച്ചർമാർ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിക്കുന്നു നിനക്ക്? 7 വയസ്സിൽ അല്ല 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നോമ്പ് പിടിച്ചിട്ട് സ്കൂളിൽ പോണു, എക്സാം നടത്തി തിരിച്ചു വരുന്നു. ഇവർക്ക് ഭയങ്കര അത്ഭുതമാണ് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന്. പക്ഷേ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം നമ്മളുടെ ഒരു ഉറപ്പ്, നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഉറപ്പ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം, ആ അനുഭവം വെച്ച് നോക്കിയാൽ ദീനനുസരിച്ച് ജീവിക്കൽ പ്രയാസമേ അല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. പക്ഷേ ദീനനുസരിച്ച് ജീവിക്കൽ പ്രയാസകരമാകുന്നൊരു സാമൂഹിക ഘടന രൂപപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സാമൂഹിക ഘടന ആണോ ഇപ്പോൾ ഉള്ളത്? ആണ്. കാരണം ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരോട് പലതരത്തിലുള്ള നിർബന്ധിക്കലുകളും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവരകപ്പെട്ടു പോവാണ്. കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിവാഹം വീട്ടിലടക്കാൻ പോകുന്ന വിചാരിക്കാം. ന്യായമായ നിലയിൽ വിവാഹം നടത്താൻ ഒരു വീടിൻ്റെ കാർന്നവർ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആൾ തീരുമാനിച്ചു. സാധിക്കുമോ? നടപടിയില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് വിവാഹം നടത്താൻ പോവാണ്, അത് ഞാൻ തീരുമാനിച്ചു നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം ഉണ്ടറിയും. ഇല്ലേ? അവസ്ഥകൾ മാറിയിരിക്കുന്നു, പ്രയാസകരമായി മാറിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ? വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഒരു രക്ഷയില്ല. കുടുംബക്കാർ അങ്ങനെ ഇങ്ങനെ. അതുകൊണ്ട് അവസാനം ഞാൻ അങ്ങനെ തീരുമാനിച്ചു, വേറെ മാർഗമില്ല, സാധു കുടുങ്ങി. അല്ലേ? അതാണ് അവസ്ഥ. അങ്ങനത്തെ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെയും ദീനെ മുറുകെ പിടിക്കണമെങ്കിൽ കൈവെള്ളയിൽ തീക്കട്ട പിടിച്ചതുപോലെ പ്രയാസകരമായിരിക്കും എന്ന് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു അവസ്ഥയിലേക്ക് സാമൂഹിക അവസ്ഥ എത്തിയിരിക്കുന്നു. പക്ഷേ നമ്മളുടെ മനസ്സിനൊരു ഉറപ്പുണ്ട്, നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹുവിൻ്റെ ദീന് മനുഷ്യന് സാധിക്കുന്നത് മാത്രമാണ് അതിൻ്റെ നിയമങ്ങൾ. അത് പാലിക്കാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ കച്ചവട കാര്യത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അതിലേക്കാണ് വിഷയം മാറിപ്പോയത്. ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. വലിയ തരത്തിലുള്ള പ്രയാസത്തിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ അകപ്പെടാത്തവർ കുറവാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചത് നശിപ്പിച്ചു കളയുന്ന പാപം എന്നാണ്. അസ്സബ്ഉൽ മൂബിഖാത്ത്. മൂബിഖ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കും. ഒരു മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിക്കും. അവൻ്റെ പരലോകത്തെ സമ്പൂർണമായി നശിപ്പിക്കാൻ ആ ഒരു പാപം മതിയെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പലിശ, അതൊന്ന് പറയുന്നെ വേണ്ട. മനുഷ്യൻ ഏതെല്ലാം അവസ്ഥയിൽ പെട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ, പലിശ കൊടുത്ത് കോടികൾ കൊടുത്ത് പരിഹാരമാകുന്നില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരൊരു പക്ഷേ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ. പെട്ടുകിടക്കാണ്, ഒരു നിലയ്ക്കും രക്ഷപ്പെടാൻ. നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. നമുക്ക് ഭൗതികമായ ഒരു മാനദണ്ഡത്തിൽ മനസ്സിലാകാത്ത വാക്കാണ് ഖുർആൻ പറഞ്ഞത്. പലിശയാണോ അള്ളാഹു നശിപ്പിക്കും, സദഖയാണോ അള്ളാഹു വളർത്തും. സദഖയിലൂടെ നമ്മുടെ പൈസ നഷ്ടപ്പെടുകയാണ്.
പലിശയിലൂടെ ഇങ്ങോട്ട് വരികയാണ്. അല്ലാഹു തആല പറഞ്ഞു, പലിശ വക ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നശിക്കും എന്ന് അല്ലാഹു പറഞ്ഞ വാക്കാണെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്, പലിശയുടെ ഇടപാട് നടത്തുന്നവരോട് അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവുമായുള്ള യുദ്ധത്തിലാണ് കേട്ടോ. അല്ലാഹുവുമായിട്ടുള്ള യുദ്ധത്തിൽ നിൽക്കുന്ന ആളുടെ കഥ എന്താവും? ആദ്യമൊക്കെ ഒരു പുരോഗതി തോന്നും. പക്ഷെ അവസാനം ഒന്നായിട്ട് വീർത്ത് 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 വരുന്ന ബലൂണിൽ ഒരു സൂചി തട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് പലിശയുടെ അവസ്ഥ. അത്രേ ഉള്ളൂ. ഒരൊറ്റ ശബ്ദം മാത്രം കേൾക്കും. ഇത് ഇങ്ങനത്തെ ഇടപാടിന്റെ ശബ്ദം കേൾക്കണില്ല. പലിശ പട്ടിണി പടികയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. അങ്ങനെ പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. കയറെന്തിനാണ്? പൈസ കെട്ടിത്തൂക്കിടാൻ അല്ലേ? പിന്നെ ആളെ ഒന്നായിട്ട് കെട്ടിത്തൂക്കിടാനുള്ളതാണത്. അവിടെയൊക്കെയാണ് കാര്യങ്ങൾ എത്തുന്നത്. യംഹഖുല്ലാഹു റിബ, അല്ലാഹു തആല പലിശയെ നശിപ്പിക്കും. വയുർബി സദഖാത്ത്, സദഖയിലൂടെയാണ് വളരുക, പലിശ കൊണ്ട് വളരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൂബിഖാത്താണ്. നമ്മുടെ പരലോകം ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താൻ. ഒരു വെളിവുമില്ലാത്ത അവസ്ഥയിലായിരിക്കും പലിശ വാങ്ങുന്നവൻ. ദുനിയാവിലെ അവസ്ഥയും അതായിരിക്കും എന്നാണ് ചില മഹാന്മാർ പറഞ്ഞത്. പലിശ വാങ്ങുന്നതിന്റെ ദുനിയാവിന്റെ ഗതി അതാണ്. ഒരു വെളിവുമില്ല അവന്. പരലോകത്തും ഒരു വെളിവില്ലാത്ത അവസ്ഥയിലായിരിക്കും. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താൻ മിനൽ മസ്. അതുപോലെ തന്നെ യതീമിന്റെ സ്വത്ത് നിങ്ങൾ തിന്നരുതേ, വളരെ ഗൗരവത്തിൽ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഥവാ അന്യായമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം ഇങ്ങനെയാണ്, ലാ യസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. ഓരോ മനുഷ്യന്റെയും കാലുകൾ പരലോകത്ത് മാറ്റണമെങ്കിൽ 4 കാര്യങ്ങൾക്ക് മറുപടി പറയണം. ഹത്താ യുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പറയണം, ഞാനും പറയണം, ഇരിക്കുന്ന എല്ലാവരും പറയണം. അൻ ഇൽമിഹി മാദാ അമില ബിഹി, അറിഞ്ഞനുസരിച്ച് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. വാൻ ശബാബിഹി, യുവത്വത്തെക്കുറിച്ച് ചോദിക്കും. വാൻ ഉംരിഹി, ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ആയുസ്സിൽ തന്നെ ശബാബ്, യുവത്വത്തെക്കുറിച്ച് പ്രത്യേകം ചോദിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കൃത്യമായ കണക്ക് കൊടുക്കണം. നമ്മളുടെ യുവത്വത്തിൻ്റെ കണക്ക് കൊടുക്കണം. നമ്മളുടെ അറിവിൻ്റെ കണക്ക് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിടത്ത് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പ്രത്യേകം എടുത്തു പറഞ്ഞു, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ പറഞ്ഞുള്ളൂ. മാലിന്റെ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു. പൈസയെക്കുറിച്ച് അള്ളാഹിന്റെ ചോദ്യം 2 എണ്ണമാണ്. എവിടെ നിന്നുണ്ടാക്കി? എവിടെ ചെലവാക്കി? ഇത് 2ഉം ചോദിക്കും സഹോദരങ്ങളെ, 2ഉം ചോദിക്കും. പൈസ വന്ന വഴി അല്ലാഹു തആല ചോദിച്ചിട്ടേ നമ്മളെ വിടുള്ളൂ. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു. നിങ്ങളോടെല്ലാം അല്ലാഹു തആല സംസാരിക്കുന്ന സമയമുണ്ട്. ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം ഫയൻദുറു അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. വലത്തോട്ട് നോക്കും വല്ല രക്ഷയുണ്ടോ, ഇടത്തോട്ട് നോക്കും വല്ല രക്ഷയുണ്ടോ. ഫയൻദുറു ബൈന യദൈഹി, മുമ്പോട്ട് നോക്കും. ഫലാ യറാ ഇല്ലാ നാറ തിൽഖാ വജ്ഹിഹി. അതുകൊണ്ട് ഫത്തഖുൻ നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളണം. വലോ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്ക സദഖ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും നിൽന്നേ പറ്റുള്ളൂ. ഒരു മാർഗവുമില്ല വേറെ. ഇൻ മിൻകുമില്ല വാരിദുഹ, എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അൻമാലിഹി മിൻ ഐന ഇക്തസബഹു, പൈസ എവിടെ നിന്നുണ്ടാക്കി? വരവ് ചെലവ്, ഈടി അത് പുതിയ സാധനമാണ്, മുമ്പേ ഉള്ളതാണ്. പക്ഷെ ഇന്നാണ് അതിനെക്കുറിച്ച് വലിയ പരിചയം എല്ലാവർക്കും ഉള്ളത്. അത് കേൾക്കുമ്പോഴേ പേടിയാണ്. അതുകൊണ്ട് എല്ലാവരും വാ അടച്ചു വെച്ചിട്ടിരിക്കുക. വാ തുറന്നാൽ പിറ്റേന്ന് ഈടിയ അവസ്ഥ. അവിടെ ഇതേ കേസ് വരും. എവിടെ നിന്നാണ് ഈ പൈസ എല്ലാം കയ്യിലുള്ളത് എന്ന് ചോദിക്കും. വഫീമാ അൻഫഖഹു, എവിടെയാണ് ചെലവാക്കിയതെന്ന്. ഇത് 2നും മറുപടി പറയാതെ ഒരു രക്ഷയില്ല, ഒരാൾക്കും രക്ഷയില്ല. വളരെ ഗൗരവമാണ് സാമ്പത്തികമായ മേഖല. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, സമയം നമുക്ക് വളരെ കുറവാണ്, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. സഹോദരങ്ങളെ, ആകെ മൊത്തം നമ്മളെ സംബന്ധിച്ച് ഒരു കണക്കെടുത്തേ മതിയാകും. നമ്മളുടെ പരലോകത്തെ മുൻനിർത്തിയിട്ട് നമ്മളൊരു കണക്കെടുത്തേ മതിയാകുള്ളൂ.
ഇല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരാനിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ള മനുഷ്യരുണ്ട്. നമ്മളുടെ ഭാര്യമാർ, നമ്മളുടെ മക്കൾ നമ്മളുടെ ഉത്തരവാദിത്തമുള്ളവരാണ്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യുകയും ചെയ്യും. നമ്മളുടെ മക്കളെക്കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. തീർച്ചയാണ്, ഒരു സംശയമില്ല. നമ്മളുടെ മക്കൾക്ക് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ദീനിയായ തർബിയത്ത് കൊടുത്തോ എന്ന് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മളാണ്. ഒരു സംശയമുണ്ട. അവർക്കുള്ള ഭൗതികമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മാത്രമൊന്നും ഉത്തരവാദിത്വം തീരുമെന്ന് ആരും വിചാരിച്ചു കളയരുത്. അവരുടെ ആത്മീയമായ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാർ തന്നെയാണ്. എന്താണ് നമ്മളുടെ പെൺമക്കളുടെ വസ്ത്രത്തിൻ്റെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എത്ര ഗൗരവത്തിൽ ഇസ്ലാം കാണുന്നൊരു കാര്യമാണെന്ന് അറിയും. നമ്മളുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിൻ്റെ അവസ്ഥ എന്താണ്? ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ള വസ്ത്രം കൊടുത്താൽ നാളെ ഒരു ദിവസം ഇതിന് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ മാറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്തേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന അറിവുകളെല്ലാം അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? അത് ചെറുപ്പം മുതൽ ശീലിച്ചാൽ മാത്രമേ അത് ജീവിതത്തിൻ്റെ ശീലമായി മാറാനുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നേരത്തെ കാര്യമല്ലല്ലോ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശീലമാണ് വസ്ത്രം. ഏറ്റവും കൂടുതൽ ജനം പുറത്ത് കാണുന്ന ഒരു ജീവിതത്തിൻ്റെ ശീലം എന്ന് പറഞ്ഞ വസ്ത്രമാണ്. അയാൾ ഉള്ളയിടത്തെല്ലാം അയാളുടെ ആ ജീവിതത്തിൻ്റെ ശീലം പുറത്ത് കണ്ടുകൊണ്ടേയിരിക്കും. അത് മറച്ചു വെച്ചിട്ട് ജീവിക്കാൻ കഴിയില്ല സമൂഹത്തിൽ. നമ്മളുടെ മക്കളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതശീലങ്ങളെല്ലാം അവരുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. വസ്ത്രധാരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ വരുമ്പോൾ മാത്രം അത് അവരവരുടെ സൗകര്യം ജീവിച്ചിട്ട് കുറച്ച് ആയിക്കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. എല്ലാം ശരിയായത് തന്നെ, ഒരു സംശയവും വേണ്ട. റബ്ബിൻ്റെ മുമ്പിൽ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തി. തീർച്ചയായിട്ടും റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരവാദികൾ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയം, ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയം. ഒരിക്കൽ ഹഫ്സ എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ മകള് ഹഫ്സ, അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാനിന്റെ മകളായ ഹഫ്സ ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു തലയിലൊരു തുണി ഇട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ആ തുണി എടുത്തിട്ട് കീറി രണ്ടാക്കി തയ്ച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഇടേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം ഇട്ടിരുന്നതിന് കട്ടിയില്ല, പുറത്ത് കാണാൻ പറ്റുന്ന വസ്ത്രം, അകത്തുള്ളത് എന്താണെന്ന് പുറത്ത് കാണാൻ പറ്റുന്ന ഒരു തലയിലിരുന്ന സാധനമാണ്. നമ്മൾ സാറിന് ചോദിക്കും തലമുടിയല്ലേ ഉള്ളൂ, അതിലിപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിക്കും. തലമുടി പുറത്ത് കാണുന്ന തരത്തിൽ വളരെ നേർത്ത വസ്ത്രം ധരിച്ചു വന്ന സ്വന്തം സഹോദരന്റെ പുത്രിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് തലയിൽ ധരിക്കേണ്ട വസ്ത്രമെന്ന് വേറെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുത്ത ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഉലമാക്കൾ എഴുതുന്നുണ്ട്, ഇടുന്ന സ്ത്രീകൾ തലയിലിടുന്ന വസ്ത്രം അതെന്താണെങ്കിലും അത് തലയിൽ മാത്രം കെട്ടിവെക്കാനുള്ളതല്ല, മാറിടത്തിലേക്ക് താഴ്ന്നു കിടക്കാനുള്ളതാണ്. അപ്പോഴേ സ്ത്രീയുടെ വസ്ത്രം ആവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാറിടം മറയ്ക്കുന്ന കാര്യത്തിൽ സംസ്കാരമുള്ള സമൂഹത്തിന് എല്ലാ കാലത്തും നല്ല മാതൃകകളുണ്ട്. ആ മാതൃകകളൊക്കെ ചോർന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. ഇസ്ലാം പറയുന്ന അങ്ങനെയാണ്, തലയിലിടുന്ന വസ്ത്രം തന്നെ മാറിടത്തിൽ. അതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ളത് ഇറുകിക്കിടക്കേണ്ടുന്ന സ്ഥലമല്ല, ലൂസായിട്ട് കിടക്കേണ്ടുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഒരെണ്ണം ചുറ്റിയാൽ പോരാ, തലയിലിടുന്നത് തന്നെ മാറിടത്തിലേക്ക് താഴ്ന്നു കിടക്കണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ തലയിലിടുന്ന തട്ടം തന്നെ അവരുടെ മാറിടത്തിലേക്ക് താഴ്ന്നു കിടക്കണമെന്ന്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്ക്, ഇതാരാ പഠിപ്പിക്കേണ്ടത്? ഇന്ന് തലയിലൊരു സാധനങ്ങളെ ചുറ്റും, അത്ര തന്നെ.
ഇത് ഇസ്ലാമിക വസ്ത്രം എന്ന് വിചാരിച്ച് നടക്കാണ്. പർദ്ദ എന്ന് പറഞ്ഞാൽ പർദ്ദ കമ്പനി ഉണ്ടാക്കുന്നതെല്ലാം പർദ്ദ എന്ന് വിചാരിച്ചാൽ എന്താ കഥ? പർദ്ദ എന്ന് പറയുന്നത് ഇസ്ലാമിക വസ്ത്രമാണ്, ഹിജാബ്. ആ ഹിജാബിന് പർദ്ദ എന്ന് പേര് വന്നു, ഉറുദുവിൽ പർദ്ദ എന്ന് പറയും. പിന്നെ പർദ്ദ കമ്പനികൾ വന്നു, അവരുണ്ടാക്കുന്നതെല്ലാം പർദ്ദ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. പർദ്ദ കമ്പനി ഉണ്ടാക്കുന്നതല്ല പർദ്ദ. പർദ്ദ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ഹിജാബാണ്. ആ ഹിജാബിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമം പാലിക്കുന്നിടത്ത് മാത്രമേ സ്ത്രീയുടെ വസ്ത്രമാവുള്ളൂ. സ്ത്രീയുടെ വസ്ത്രം മാത്രമല്ല, പുരുഷന്റെ വസ്ത്രവും പ്രശ്നം തന്നെയാണ്. പുരുഷന്റെ വസ്ത്രം ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ മാതിരിയാണ്. ഒന്നുകിൽ മുട്ടിന്റെ മേലേക്ക് അല്ലെങ്കിൽ നെരിയാണ്ട താഴേക്ക്, രണ്ടാലേതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും വിലക്കപ്പെട്ട കാര്യമാണ്. മുട്ടിന്റെ മുകളിലേക്ക് പുരുഷ വസ്ത്രം പോകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്നവർക്കറിയാം. മുട്ടിന്റെ മുകളിലേക്ക് പുരുഷന്റെ വസ്ത്രം പോകരുതെന്ന്, നെരിയാണ്ട താഴേക്ക് പോകരുതെന്ന്. ഒന്നുകിൽ രണ്ടാലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താ ഇത്ര വലിയ കാര്യം? അള്ളാഹുവിന്റെ കൽപ്പനയാണോ? മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം ഇദാ ഖലല്ലാഹു വറസൂലു. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന ഒരു വിഷയത്തിൽ വന്നാൽ ഒരു മുഅ്മിനും മുഅ്മിനത്തിനും അവിടെ സ്വാതന്ത്ര്യമേ ഇല്ല. അള്ളാന്റെ തീരുമാനമാണ് നടക്കേണ്ടത്. അള്ളാന്റെ തീരുമാനം നടക്കണം. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകളുടെ വസ്ത്രധാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്ത് നമ്മുടെ ഒരു ജീവിതമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ജീവിതത്തിന്റെ കൃത്യമായ കണക്ക് നമ്മൾ പറയേണ്ടുന്ന മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്തേ പറ്റൂ. ആ യാത്ര എന്ന് ആർക്കും അറിയില്ല, അടുത്ത നിമിഷത്തിലാകാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറായേ പറ്റുള്ളൂ. ജീവിതം മുഴുവൻ തയ്യാറിൽ തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ്. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ, സ്ത്രീയുടെയും പുരുഷന്റെയും വസ്ത്രധാരണ കാര്യത്തിൽ ഇസ്ലാമിന് അതൊരു സംസ്കാരമാണ്. വസ്ത്രം എന്താണ്? എല്ലാ കാലത്തും ഒരു സമൂഹത്തിന്റെ സംസ്കാരമായിട്ടാണ് വസ്ത്രം അറിയപ്പെട്ടുള്ളത്. ഏത് സമൂഹം, ഏത് നാഗരികതയെക്കുറിച്ച് പഠിച്ചോളൂ നമ്മൾ. ലോകത്ത് ഇതുവരെ നിലനിന്ന ഏത് നാഗരികതയെക്കുറിച്ച് പഠിച്ചാലും നമ്മൾ ആ സമൂഹത്തിന്റെ വസ്ത്രധാരണം എന്താണെന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ താമസിച്ചു. സ്വർഗത്തിൽ താമസിച്ച ആദം നബിയോട് ഈ വൃക്ഷത്തിൽ നിന്നും തിന്നരുതെന്ന് പറഞ്ഞു. ആ വൃക്ഷത്തിൽ നിന്നും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷിച്ചു. എന്താ സംഭവിച്ചത്? ലിയുവാരിയ അൻഹുമാ സൗആത്ത്. ശൈത്താന്റെ ഇടപെടലിലൂടെ മനുഷ്യന് നഷ്ടപ്പെട്ടത് നാണമാണെന്ന് ഖുർആനാ പറയുന്നത്. സ്വർഗത്തിലെ വസ്ത്രം, സ്വർഗീയമായ വസ്ത്രം ധരിച്ചിരുന്ന മനുഷ്യരുടെ ആ സ്വർഗീയ വസ്ത്രം അഴിച്ചു കളഞ്ഞത് ഇവനാണ്, ഇബ്ലീസാണ്, പിശാചാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് വസ്ത്രം മനുഷ്യന് അലങ്കാരമാണ്, വസ്ത്രം മനുഷ്യന്റെ ആവശ്യമാണ്. പക്ഷേ സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസ്ത്രം അഴിപ്പിച്ചത്, അഥവാ ശൈത്താന്റെ പ്രലോഭനങ്ങൾക്ക് ഇരയായപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ലിവാരിയ അൻഹുമാ സൗആതിഹിമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഇയാൾ പറഞ്ഞതനുസരിച്ച് ആ പഴം കഴിച്ച മാത്രയിൽ അവര് സ്വർഗീയമായ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. സ്വർഗത്തിന്റെ ഇലകൾ പറിച്ച് അവര് നാണം മറച്ചു ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ശൈത്താൻ മനുഷ്യനെ കൊണ്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അവന്റെ ഔറത്ത് വേണ്ടതുപോലെ മറയ്ക്കാതിരിക്കാനുള്ള കാര്യമാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഔറത്ത് വേണ്ടതുപോലെ മറയ്ക്കാതിരിക്കാനുള്ള പ്രചോദനങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കാമോ അത് ശൈത്താന്റെ പണിയാണെന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്വർഗത്തിലെ സംഭവത്ത് മുതൽ അല്ലാഹു നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. മനുഷ്യൻ ശൈത്താന്റെ ചിന്തകൾക്ക് വശംവദനായി നിന്നാൽ അത് തന്നെ നടക്കുന്നത്. ഇന്ന് നമ്മൾ റോഡിൽ ഉടനീളം കാണുന്നതാണ്. ശൈത്താനെയാണ് ലോകത്ത് മുഴുവൻ, റോഡ് മുഴുവൻ നമ്മൾ കാണുന്നത്. വസ്ത്രം, അല്പവസ്ത്രധാരികൾ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്രിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ വസീറത്തി കദാ വകദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ചില പെണ്ണുങ്ങൾ വരും, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ച വിവസ്ത്രകൾ. എത്ര കറക്റ്റാണ് റസൂലിന്റെ വാക്ക്. വസ്ത്രം ധരിച്ച വിവസ്ത്രകൾ, അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ ഉണ്ടാവും.
ഇങ്ങനെ മനുഷ്യന്റെ ആണുങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ റോഡിലൂടെ ഇറങ്ങുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. സഹോദര സഹോദരി, നമ്മളുടെ മക്കൾ അങ്ങനെ ആകണം. നമ്മൾ ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി പള്ളിയിലേക്ക് വന്നാൽ ആ സ്ത്രീ ജനാബത്ത് കുളിക്കുന്ന പോലെ കുളിച്ച് വൃത്തിയാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. സുഗന്ധം ഇന്ന് സാധാരണയായി മാറിയില്ലേ? ഇങ്ങനെ സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ ജീവിതത്തിന് നിയമങ്ങളുണ്ട്. നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. അതൊരു സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കുള്ളതാണ്, നമ്മുടെ സ്വന്തം സുരക്ഷയ്ക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. അള്ളാഹിൻ്റെ നിയമങ്ങൾ എങ്ങനെ പാലിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മഹാന്മാരായ സഹാബാക്കളാണ്. അവരത് പാലിച്ച് കാണിച്ചു തന്നു. എന്താണോ റസൂൽ അതാകണം ഞാൻ, അതാണ് അവരുടെ ചിന്ത. അതുകൊണ്ടാണ് അവർ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയത്. അവർ രക്ഷയുടെ മാർഗത്തിൽ പ്രവേശിച്ചു. അവരേറ്റവും വലിയ സൗഭാഗ്യവാന്മാരായി. ഈ ലോകത്തെ ജീവിതം എന്ന് അവസാനിക്കും നമുക്ക് ആർക്കും അറിയില്ല. ഈ അടുത്തൊരു സഹോദരൻ്റെ കഥ കേട്ടത് ഭയങ്കര സങ്കടം തോന്നിപ്പോയ ഒരു കഥയാണ്. ഒരു മനുഷ്യൻ്റെ ജനാസ വെച്ചിരിക്കുകയാണ് വീടിൻ്റെ വരാന്തയിൽ. ഒരു സംഘം ആൾക്കാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസയുടെ കാര്യത്തിൽ നടപടി ഉണ്ടാക്കിയിട്ട് ജനാസ എടുത്താൽ മതി. ഒന്ന് ആലോചിക്കുക മനുഷ്യൻ്റെ അവസ്ഥ. ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസയുടെ കാര്യത്തിൽ നടപടി ഉണ്ടാക്കിയിട്ട് ജനാസ എടുത്താൽ മതിയെന്ന്. ഇങ്ങനെ പലയിടത്തുനിന്നായിട്ട് കടങ്ങൾ വാങ്ങിച്ച് കൂട്ടി കൊടുക്കാൻ ഗതിയില്ലാതെ അവസാനം വാക്കുകൾ ലംഘിച്ച് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. സഹോദരങ്ങൾ, അതുകൊണ്ട് നിർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വഴിയുണ്ട്, വിശുദ്ധ ഖുർആന്റെ ഒരു വഴിയുണ്ട്, റസൂലിൻ്റെ ഒരു വഴിയുണ്ട്. അത് ജീവിതത്തെ സംബന്ധിച്ചുള്ള ശരിയായൊരു കാഴ്ചപ്പാടാണ്. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പരലോക ചിന്ത മറക്കാതെ കൊണ്ടു നടക്കുക. എല്ലാ സമയത്തും പരലോക ചിന്ത ഉള്ളവൻ രക്ഷപ്പെട്ടു. പരലോക ചിന്തയെ സംബന്ധിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ തറാവീഹിൽ കേട്ടത് മുഴുവൻ നമ്മളെ നന്നായിട്ട് ഇളക്കി മറിക്കുന്ന ആയത്തുകളാണ്. പരലോകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗൗരവമുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തേണ്ടി വരും. അല്ലാതെ നിർവാഹമില്ല, ഒരു കാരണവശാലും നിർവാഹമില്ല. അള്ളാഹുവിനെ കീഴ്പ്പെടുത്താൻ മനുഷ്യന് കഴിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനമേ ലോകത്ത് നടക്കൂ. മനുഷ്യൻ്റെ തീരുമാനം നടക്കില്ല. ആ തീരുമാനം വരുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് പോകാനുള്ളവരാണ്. സന്തോഷകരമായിട്ട് ഈ ലോകത്തുനിന്ന് പോകണം. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തേക്ക് വന്നവരാണ് നമ്മൾ. അന്ന് ചുറ്റുപാട് നിന്നവർ ചിരിച്ചു. പക്ഷേ നമ്മളൊരിക്കൽ തിരിച്ചു പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോകണം. ചുറ്റുപാടുള്ളവർ കരയട്ടെ. കരയുന്ന ഒരു സംഘത്തിൻ്റെ ഇടയിൽ ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പോകാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ കുറേ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായേ പറ്റൂ. നമ്മളുടെ എല്ലാ മേഖലകളിലും നിയന്ത്രണം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം. തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹുവിലേക്ക് തിരിയുന്നവനെ അള്ളാഹു തആല പാഴാക്കല. എത്ര കടുത്തവനാണെങ്കിലും അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊന്ന് തിരിഞ്ഞാൽ അള്ളാഹു തആല ഒരിക്കലും നമ്മളെ പാഴാക്കല്ല. നമുക്ക് ആ ഒരു പ്രതീക്ഷയാണ്. സത്യത്തിൽ ഈ അവസാനത്തെ 10 രാവുകളിലൊക്കെ ഉറക്കൊഴിഞ്ഞ് ഇത്രയും ആൾക്കാർ, ഒരു പള്ളി നിറയെ, ആ പള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തിടത്തോളം ആൾക്കാർ വന്നു ചേരുന്നത് അള്ളാഹിനെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷ ജീവിതത്തിലുടനീളം നമ്മൾ നിലനിർത്തണം. അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് തിരിയണം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തിന്മകളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ടവരോടുള്ള ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി അറിയാനും ആ നബിയെ സ്നേഹിക്കാനും ആ നബിയുടെ ചര്യ നന്നായി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ സഹാബാക്കളുടെ ത്യാഗങ്ങളെക്കുറിച്ച് അറിയാനും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ദീനിൻ്റെ നിയമങ്ങൾ നന്നായി മുറുകെ പിടിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا.
اللهم إنا نسألك إيمانا يباشر قلوبنا ويقينا صادقا حتى نعلم أنه لا يصيبنا إلا ما كتبت لنا ورضا في معيشة ما قسمت لنا يا رب العالمين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا ولسانا ذاكرا وقلبا خاشعا وعمرا في طاعتك طويلا